അല്ലാഹു 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 അല്ലാഹ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയത് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ചുകൂടൽ എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനിക സൗഭാഗ്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ നിന്നും മൺമറഞ്ഞുപോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, പള്ളിയുടെ ചുറ്റുവട്ടത്തൊക്കെ മറവിട്ട് കിടക്കുന്ന വിശ്വാസികൾ അല്ലാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ അവരോടൊപ്പം ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹത്തുക്കളായ ഔലിയാക്കളോടൊപ്പം അള്ളാന്റെ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിവാഉൽ ഹംദ് എന്ന കൊടിക്കീഴിൽ അണിനിരക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, പരലോകത്തിലേക്കുള്ള യാത്ര മരണവും അനന്തരമായ ഘട്ടങ്ങളുമാണ് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത്. വളരെ വിശാലമായ ഒരു വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സംവദിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇന്ന് തന്നെ ദുആ സമ്മേളനം കൊണ്ട് വന്നിരായ സയ്യിദവറുകൾ ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഷോർട്ടായ നിലയിൽ ഒന്ന് രണ്ട് വളരെ അത്യാവശ്യമായ ഘട്ടങ്ങൾ മനുഷ്യരാകുന്ന മാനവനാകുന്ന നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള മേഖലകളിൽ, കർമ്മമേഖലകളിലും കർമ്മഗോതകളിലുമൊക്കെ വളരെ അത്യാവശ്യമായ ക്രിയാത്മകമായ ജീവിത മുന്നേറ്റത്തിന് അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഘട്ടങ്ങളിലായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ സൃഷ്ടികർത്താവ് ജഗന്നിയന്താവായ പടച്ചറപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മെ, സത്യവിശ്വാസികൾ അടക്കമുള്ള ലോകമഹാ ജനങ്ങളെ സർവ്വരെയും അല്ലാഹു 5 ഘട്ടങ്ങളിലൂടെയാണ് ജീവിതത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അഥവാ എല്ലാ മനുഷ്യർക്കും എല്ലാ മാനവനും 5 ഘട്ടങ്ങൾ അതിലൂടെ പോയേ തീരൂ. 5 ഘട്ടങ്ങളിലൂടെ അവന്റെ ജീവിതം പര്യവസാനിക്കും. ഒന്നാമത്തെ ഘട്ടം ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണ്. നമ്മളുടെ ശരീരമില്ലാതെ നമ്മളുടെ ആത്മാക്കളെ മാത്രമായിട്ട് ജഗന്നിയന്താവായ പടച്ചറബ് ആലമുൽ അർവാഹി എന്നുള്ള ലോകത്ത് വെച്ചുകൊണ്ട് സർവരെയും ഒരുമിച്ചു കൂട്ടി. അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമുക്ക് സൗകര്യമൊരുക്കി. എന്തിനു വേണ്ടിയാണത്? പരിശുദ്ധമായ ഖുർആനും തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തും അതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ആത്മാവിന്റെ ലോകത്ത് വെച്ചുള്ള ഒരുമിച്ചുകൂടലിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ അവൻ കാഫിറായി തീരുന്നതാണ്, അവൻ അവിശ്വാസിയായി തീരുന്നതാണ്. അത്രത്തോളം ശക്തമായി പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തിയ, പരിശുദ്ധമായ ഹദീസുകളെ കൊണ്ട് മഹത്തുക്കളുടെ ഇബാറത്തും മുഖേനയും ഒക്കെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമെന്നുള്ളത്. അവിടെ നമ്മൾ ആയിരക്കൊല്ലക്കണക്കിന് വർഷങ്ങൾ നമ്മളുടെ ആത്മാക്കൾ മാത്രമായി ജീവിച്ചിട്ടുണ്ട്, ശരീരമില്ലാതെ. കൊല്ലക്കണക്കിന് വർഷങ്ങൾ, സംവത്സരങ്ങൾ അവിടെ ജീവിച്ചു തീർത്തു. അവിടെ വെച്ചുകൊണ്ട് പരസ്പരം പരിചയപ്പെട്ടവരും അവിടെ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയവരും പിന്നീടുള്ള രണ്ടാമത്തെ ഘട്ടമാകുന്ന ആലമുദ്ദുനിയയിലേക്ക് വരുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുമത്രേ. ഇത് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തവർ, സംവദിക്കാത്തവർ, പരസ്പരം കൂടിയാലോചന നടത്താത്തവർ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തന്നെ തിരിഞ്ഞു നടക്കുന്നവർ,
അവർ ഭൗതിക ലോകത്തെത്തിക്കഴിഞ്ഞാൽ അഥവാ രണ്ടാമത്തെ ഘട്ടമാകുന്ന ആലമുദ്ദുന്യായിലേക്ക് വന്നു കഴിഞ്ഞാലും അപ്രകാരം തന്നെ. കണ്ടാൽ മിണ്ടുകയില്ല, സലാം പറയുകയില്ല, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് നടക്കുന്ന, സുഹൃത്ത് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത വ്യക്തിത്വമായി അവൻ മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ അങ്ങനെ ഒരു ഘട്ടം ആലമുൽ അർവാഹ്, അതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തെ ഘട്ടം ആലമുദ്ദുന്യ. രണ്ടാമത്തെ ഘട്ടം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ദുന്യവിയായ ജീവിതമാണ്. മൂന്നാമത്തെ ഘട്ടം ആലമുൽ ബർസഖ്, ഖബർ ജീവിതമാണ്. ഖബർ ജീവിതം പാരത്രിക ജീവിതത്തിന്റെ മർമ്മപ്രധാനമായ കവാടമാണല്ലോ ഖബർ എന്ന് പറയുന്നത്. ആ ഖബർ എന്ന് പറയുന്ന 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലുള്ള ജീവിതമാണ്. അതൊരു ലോകമാണ്. ആരോരും തുണയില്ലാത്ത ഒറ്റയ്ക്ക് വസിക്കേണ്ടുന്ന ആ ലോകം മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം ആലമുൽ ഹശ്ർ, മഹ്ശറ വൻസഭ. ഖബർ ജീവിതത്തിന് ശേഷം സർവരെയും പുനർജീവിപ്പിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി സർവരും എണീക്കുന്നു. ആ ഒരു ഊതലോടുകൂടി സർവരും എണീറ്റുകൊണ്ട് മഹ്ശറ എന്ന് പറയുന്ന മഹാവിസ്ഫോടനം തീർത്തുകൊണ്ടുള്ള സമ്മേളനത്തിലേക്ക് സർവരും ഒരുമിച്ച് ചേരുകയാണ്. ആലമുൽ ഹശ്ർ. അഞ്ചാമത്തെ ഘട്ടം പരിചയപ്പെടുത്തുന്നു അൽ ജന്നത്തു അവിന്നാർ. രണ്ടാമത്തെ ഘട്ടമാകുന്ന ആലമുദ്ദുന്യായിൽ ജീവിതത്തിൽ സുഹൃതം ചെയ്തവൻ, നന്മകൾ കൊണ്ട് ആറാടിയവൻ, ധാരാളം സുഹൃതങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചവൻ, നന്മകൾ പെരുപ്പിച്ചവൻ, അവന് സ്വർഗം കൊടുത്തുകൊണ്ടുള്ള ലോകം. അതല്ല, രണ്ടാമത്തെ ഘട്ടമാ അലമുദ്ദുന്യായിൽ ഇഹലോക ജീവിതത്തിൽ സുഖങ്ങളിലും ആസ്വാദനങ്ങളിലും ഒഴുകിക്കൊണ്ട് പടച്ചറബിനെ മറന്നുകൊണ്ട് അവന്റെ കൽപ്പനകളെ തിരസ്കരിക്കുകയും പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾക്ക് അന്നാർ, കത്തിയാളുന്ന നരകം കൊടുത്തുകൊണ്ടുള്ള ലോകം. ഇങ്ങനെ മനുഷ്യന്റെ ഘട്ടങ്ങളെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് 5 ഘട്ടങ്ങളിലായിട്ടാണ്. ഇതിലേറ്റവും മർമ്മപ്രധാനമായ ഘട്ടമാണത്രേ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആലമുദ്ദുന്യ അഥവാ ഐഹിക ലോക ജീവിതഘട്ടം. എന്തുകൊണ്ടെന്നാൽ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ജഗന്നിയന്താവായ പടച്ചറബിനോട് നമ്മളൊരു കരാർ എടുത്തിട്ടുണ്ട്, ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളുടെയും ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എല്ലാവരോടുമായി ഒന്നടങ്കം അവൻ ചോദിച്ചു. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അലസ്തു ബിറബ്ബികും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ മനുഷ്യജനങ്ങളുടെയും ആത്മാക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകത്ത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജഗന്നിയന്താവായ പടച്ചറബ് ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? നിങ്ങളുടെ ജഗന്നിയന്താവല്ലയോ? നിങ്ങളുടെ പരിപാലകനല്ലയോ? നിങ്ങളുടെ അന്നദാതാവല്ലയോ? ഉടനെ തന്നെ സർവരും മറുപടി കൊടുത്തു അത്രേ. എല്ലാ നിരീശ്വരവാദികളും, ഇന്ന് കാണുന്ന എല്ലാ യുക്തിവാദികളും, ഇന്നുള്ള എല്ലാ അവിശ്വാസികളും ഒന്നടങ്കം ജഗന്നിയന്താവായ പടച്ചറബിനോട് അവരെല്ലാവരും പഞ്ചപുഷ്പം അടക്കിക്കൊണ്ട് പറഞ്ഞു, ഖാലൂ ബലാ അൻത റബ്ബുനാ വഇലാഹുനാ. അതേ പടച്ചറബേ, നീയാണ് ഞങ്ങളുടെ അന്നദാതാവ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ അന്നദാതാവ്, നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവർ. അപകടങ്ങൾ വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, വിഷമഘട്ടങ്ങളിലും സർവ്വതും സ്തോത്രങ്ങൾ അർപ്പിക്കാൻ നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് റബ്ബേ. അൻത റബ്ബുനാ വഇലാഹുനാ.
നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങൾക്ക് സർവ്വതും നൽകി ഞങ്ങളെ സംരക്ഷിക്കുന്നവനെന്ന് എല്ലാ നിരീശ്വരവാദികളും എല്ലാ യുക്തിവാദികളും എല്ലാ മനുഷ്യജനങ്ങളും സർവരും അവരുടെ ആത്മാവിന്റെ ലോകത്ത് വെച്ചുകൊണ്ട് സമ്മതിച്ചു അത്രേ. എല്ലാവരും സമ്മതിച്ചു. പക്ഷേ പിന്നീട് അതവരെല്ലാം മാറ്റി എഴുതി രണ്ടാമത്തെ ഘട്ടമാകുന്ന ആലമുദ്ദുന്യായിലേക്ക് കടന്നു വന്നപ്പോ പടച്ചറബിന്റെ മുന്നിൽ കൊടുത്തതായ ആ ഉടമ്പടിയും കരാറുകളുമെല്ലാം സർവരും വിസ്മരിച്ചു, സർവരും മറന്നുപോയി. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെയല്ലോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, പ്രവാചകരെ അവിടുന്ന് ദുനിയാവിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം മതി, ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മതി. ആലമുൽ അർവാഹിനെ കുറിച്ചും അവിടെ വെച്ചുകൊണ്ട് ചെയ്ത കരാറുകളെ കുറിച്ചും ഉടമ്പടിയെ കുറിച്ചും, നീയാണ് റബ്ബ്, നീയാണ് സംരക്ഷകൻ എന്നൊക്കെ അവർ അവിടെ വെച്ചുകൊണ്ട് അംഗീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ അംഗീകാരത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഓ പ്രവാചകരെ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. കാരണം സർവവിശ്വാസികളും സർവജനങ്ങളും അവിശ്വാസികളടക്കം എല്ലാവരും എന്റെ ദർബാറിൽ എന്റെ സവിധത്തിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ കുറിച്ചും അതിന്റെ ആദർശങ്ങളെ കുറിച്ചും ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഈ വാളിന്റെ മജ്‌ലിസും അത് തന്നെയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് ആലമുൽ അർവാഹിനെ കുറിച്ച്. ജഗന്തിയന്താവായ പടച്ചറബിന്റെ മുന്നിൽ നമ്മൾ ചെയ്തതായ ആ അംഗീകാരവും പടച്ചറബിന് കൊടുത്തതായ ആ ഉടമ്പടിയും കരാറുമൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം മതി. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ വിനീതൻ നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഘട്ടം ആലമുദ്ദുന്യ, ഇഹലോക ജീവിതം. ഇഹലോക ജീവിതത്തിൽ നമുക്കുള്ള ആയുസ് 60ഉം 70ഉം മാത്രമാണ്. قال رسول الله صلى الله عليه وسلم أعمار أمتي ما بين 60 و70. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ, എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. 60നും 70നും ഇടയിലത്രേ അള്ളാന്റെ റസൂലിന്റെ സമുദായമായ നമ്മളുടെ ആയസ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തും നമ്മൾ പണിതുയർത്തുന്ന അമ്പരചുംബികളായ മണിമേടകളും ഫ്ളാറ്റുകളുമൊക്കെ ജഗന്നിയന്താവായ പടച്ചറബിനെ ഓർക്കുന്ന വിധത്തിലാകണം. അവനെ തിരസ്കരിക്കുന്ന വിധത്തിൽ, അവനെ അവഗണിക്കുന്ന വിധത്തിലാവരുത് നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളും. കാരണം 60-70 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് ഖബറാണ്, ആറടി മണ്ണിന്റെ ഇരുട്ടറയാണ്. നമുക്ക് പോകേണ്ടത്, നമുക്ക് ചെന്നെത്തേണ്ടത് സ്വർഗത്തിലേക്കാണ്, അള്ളാഹുവിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കുന്നതിലേക്കാണ്. അതാണല്ലോ സർവ്വബുദ്ധിയുള്ളതായ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ തിരഞ്ഞെടുത്തത്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹത്തുക്കളടക്കമുള്ള ഔലിയാക്കളും സാത്വികരായ ഉലമാക്കളും എല്ലാവരും നേതൃത്വം വെക്കുന്നതും എല്ലാവരും താല്പര്യപ്പെടുന്നതും അതിലേക്കാണ്. ഇവിടെ ഓതാൻ വരുന്ന മുത്തഅല്ലിമീങ്ങളും ഓതിയിട്ടുള്ള മുത്തഅല്ലിമീങ്ങളും എല്ലാവരും തന്നെ ഈ നാട്ടിലുള്ള നല്ല കാരണവന്മാർ, ഈ നാട്ടിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അതിന്റെ വക്താക്കളായിട്ടാണല്ലോ. കാരണം പാരത്രിക ലോകത്ത് പടച്ചറബിനെ ഭയപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നു. അവരിലൂടെ ഞങ്ങൾക്കും ഒന്ന് അള്ളാഹുവിന്റെ ആളുകളെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലെങ്കിലും സ്വർഗത്തിൽ ഒരിടം കിട്ടാൻ താല്പര്യം കാണിക്കുന്ന നല്ലവരായ ജനങ്ങളാണ് നിങ്ങൾ. അള്ളാഹു അത് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്ന അമലിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആലമുദ്ദുന്യ എന്ന് പറയുന്ന ഇഹലോക ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ വന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത പ്രത്യുത്തരത്തിന്റെ വചനങ്ങളാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നു, യാ റസൂലല്ലാഹ് അതുഹിബ്ബു അൻ അജഅല ലക ഹാദിഹിൽ ജിബാല ദഹബാ. അള്ളാഹുവിന്റെ റസൂലേ, ഈ കാണുന്ന ഉഹദ് മല അവിടത്തേക്കൊരു വലിയ സ്വർണമാക്കി തരട്ടെയോ, ഒരു സ്വർണ്ണക്കട്ടിയാക്കിയിട്ട് സ്വർണത്തിന്റെ മലയാക്കി അവിടത്തേക്ക് നൽകട്ടെയോ? ദുനിയാവിന് വേണ്ടി ദുനിയാവിനെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇന്ന് സ്ത്രീകൾ, ഇന്ന് സ്ത്രീ സമൂഹം മുഴുവനും ലക്ഷ്യം വെക്കുന്നത് സ്വർണമാണല്ലോ. ആ സ്വർണത്തെ ചൂണ്ടിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു.
വരുന്നു. ലോകത്തിന്റെ നായകന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അതുഹിബ്ബു അൻ അജഅല ലക ഹാദിഹിൽ ജിബാല ദഹബാ, ഇക്കാണുന്ന ഉഹദ് മല മുഴുവനും സ്വർണ്ണമാക്കി തരട്ടെയോ എന്ന് ലോകത്തിന്റെ നായകനോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂലുടെ തന്നെ ജിബ്രീലിനോട് പറയുന്നു, ലാ യാ ജിബ്രീൽ, ജിബ്രീലേ എനിക്ക് വേണ്ട, ഇക്കാണുന്ന ഉഹദ് മല സ്വർണ്ണമാക്കി തരലല്ല എന്റെ ലക്ഷ്യം, എനിക്ക് ദുന്യാവിനോട് താല്പര്യമല്ല. ഹബീബായ നബി തങ്ങൾ ദുന്യാവ് അള്ളാന്റെ റസൂല് കണ്ടതെങ്ങനെയാണ്, അവിടുത്തെ ജീവിതത്തിൽ ദുന്യാവിനോടുള്ള കൺസെപ്റ്റ് അവിടുന്ന് വിവരിക്കുന്നു. ഇന്ന ദുന്യാ ദാറു മല്ലാ ദാറ ലഹു, നിശ്ചയം ഈ ദുന്യാവെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ, ഇഹലോക ജീവിതത്തിൽ അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് വലിയ ഫ്ളാറ്റുകൾ കെട്ടിക്കൊണ്ട് മരമംഗലത്തിൻ്റെതായ ടൗണിൽ വലിയ വലിയ ഫ്ളാറ്റുകൾ, ഉന്നതമായ ബിൽഡിങ്ങുകൾ കെട്ടിക്കൊണ്ട് അതിൽ പടുത്തുയർത്തിക്കൊണ്ട് അതിൽ കാലാകാലം സുഖിച്ചുകൊണ്ട് കഴിയാം, അതിൽ നിന്ന് കിട്ടുന്നതായ വരുമാനം കൊണ്ട് എന്റെ ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന് കരുതി നേരം വെളുക്കുമ്പോൾ തന്നെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇറങ്ങിപ്പെടുന്ന സഹോദരാ, ഹറാമ് കലർന്നതായ ഭക്ഷണമാകട്ടെ, ഹറാമിലൂടെ കിട്ടുന്നതായ സമ്പത്താകട്ടെ, ഏത് വിധേയയും സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും വലിയവായ കെട്ടിടങ്ങൾ അന്യോന്യം മറ്റുള്ളവൻ പണിതുന്നത്, സ്വന്തം അയൽവാസി പണിതുയർത്തുന്നത് കണ്ടിട്ട് അതുപോലെയുള്ളതായ ഒരു കെട്ടിടം എനിക്കും പണിയണം, അതുപോലെയുള്ളതായ കെട്ടിട സമുച്ചയങ്ങൾ ഞാനും ഒന്ന് ഉയരണമെന്ന് മനസ്സിലാക്കിയിട്ട് 8ാം ക്ലാസ്സിൽ 8 വർഷം പൊട്ടിയവനായ വ്യക്തി ഗൾഫിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് കുഴൽപ്പണം കൊണ്ടുവന്ന് ഈ നാടിന്റെതായ നെഞ്ചത്ത് കൊണ്ടുവന്ന് വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോ നീ ചിന്തിച്ചിട്ടുണ്ടോ സഹോദര, ഹബീബായ നബി തങ്ങളുടെ അധ്യാപനം നിന്റെ ജീവിതത്തിലൊരു മാർഗദർശനം സൃഷ്ടിക്കട്ടെ, നിന്റെ ജീവിതത്തിലൊരു മാർഗദർശനം വരട്ടെ, നിന്റെ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ഒരു വെളിച്ചമാകട്ടെ. ഇന്ന ദുന്യാ ദാറുമല്ല ദാറ ലഹു, നിശ്ചയം ഈ ദുന്യാവെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ അമ്പരചുംബികളായ മണിമേടകൾ വെക്കുന്നവർ, ഇവിടെ വലിയ ഫ്ളാറ്റിന്റെ സൗധങ്ങൾ പണിതുയർത്തുന്നവർ, അവർ പടച്ചറപ്പിനെ മറന്നുകൊണ്ടാണ് അതെല്ലാം പണിതുയർത്തിയതെങ്കിൽ, ഹറാമായ ധനമുപയോഗിച്ചിട്ടാണ് അത് പണിതുയർത്തിയതെങ്കിൽ, അതിലൂടെ അവർ കാണിക്കുന്നത് വലിയ വലിയ വേശ്യാലയ വൃത്തികളാണെങ്കിൽ, അവർ അതിലൂടെ കൊണ്ടുവരുന്നത് ദുർവൃത്തിക്കും അകമാടാൻ വേണ്ടിയാണെങ്കിൽ, നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് കാമം തീർക്കാനുള്ള ഏർപ്പാടായിട്ടാണ് വലിയ ബിൽഡിംഗ് പണിതതെങ്കിൽ, അല്ലെങ്കിൽ വലിയ ബാറിന്റെ കെട്ടിടമാ മുസ്ലിം സഹോദര നീ പണിതുയർത്തിയതെങ്കിൽ, അത് പാരത്രിക ലോകത്ത് നീ ചെല്ലുമ്പോ, ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ സമൂഹത്തിൽ ചെല്ലുമ്പോ, ദാറുമല്ല ദാറ ലഹു, യഥാർത്ഥമായ വീട് സ്വർഗമാണല്ലോ. നമ്മുടെ ഉപ്പയെയും ഉമ്മയും അവിടെ നിന്നാണല്ലോ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്, ഇറക്കി വിട്ടിട്ടുള്ളത്. ആ പരിശുദ്ധമായ സ്വർഗമാണല്ലോ ഓ മുഅ്മിനേ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത്. നിന്റെ ജീവിതത്തിന്റെ അഖില പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്ക്. നിന്റെ സർവ്വ പ്രവർത്തനങ്ങളും ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ലെങ്കിൽ ദാറുമല്ല ദാറ ലഹു, ഇവിടെ എത്ര വലിയ അമ്പരചുംബികളായ മണിമേടകൾ വെച്ചാലും, ഇവിടെ വലിയ ഫ്ളാറ്റുകൾ കെട്ടി താമസിച്ചാലും നിനക്ക് യഥാർത്ഥമായ വീടില്ല, സ്വർഗമില്ലാത്തവരാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, അള്ളാന്റെ റസൂല് വീണ്ടും പറഞ്ഞു തരുകയാണ്, വമാലു മല്ലാ മാല ലഹു, ഇവിടെ സമ്പത്തിന്റെ പുറകെ ഓടിയവൻ, സമ്പത്താണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നതെന്ന് ഉച്ചസ്ഥരം പറഞ്ഞവർ, സമ്പത്തിന്റെ മുകളിൽ പരിന്തുപോലും പിറക്കില്ല എന്ന ആപ്തവാക്യം ലോകത്തോട് ഉച്ചസ്ഥരം പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സർവ്വസമയങ്ങളും സമ്പത്തിന്റെ പുറകെ ഓടിയവൻ നേരം വെളുക്കുന്നതിന് മുമ്പ് എരമംഗലം ചുറ്റുവട്ടത്ത് നിന്ന് ഈ പള്ളിയുടെ പരിസരത്ത് നിന്ന് അവരിറങ്ങി തിരിക്കുക ഉപജീവന മാർഗത്തിന് വേണ്ടി. അവൻ കോട്ടക്കൽ അങ്ങാടിയിലേക്ക് പോയാലും, അവൻ ചമ്മാട് ടൗണിലേക്ക് കച്ചവടത്തിന് പോയാലും,
ഏത് സ്ഥലത്തേക്ക് സഹോദരാ നീ പോയാലും പള്ളിയിലെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കലും അടുക്കുന്നത് നിന്റെ കർണപിടങ്ങളിൽ അലിയൊളി കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം ചെയ്യണേ, പള്ളിയിലേക്ക് വരണേ, ജമാഅത്തിൽ പങ്കെടുക്കണേ. വന്നിരായ സാദിന്റെ വചനം അതിലേക്ക് ശ്രദ്ധേയമാണ്, അവിടുത്തെ ചരിത്രം ശ്രദ്ധേയമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ വഫാത്തിന്റെ സമയം വരെ നമസ്കാരം ജമാഅത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല. അതിന് കാണിച്ചതായ അവിടുത്തെ കർമ്മോത്സുകത, അവിടുത്തെ വിനോദ പ്രചോദനദായകമാകണം സഹോദര. നമ്മുടെ ജീവിതത്തിൽ ഹബീബായ നബി തങ്ങളോട് വല്ലാത്ത സാഹോദര്യവും സ്നേഹവും കാണിക്കുന്നവരല്ലയോ? പ്രവാചകന്റെ നബിജനം വരുമ്പോ ആർത്തുല്ലസിച്ചുകൊണ്ട് റോഡിന്റെ തെരുവോരങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളും കടകമ്പോളങ്ങളിലൂടെ സർവ്വതും കാണിക്കുന്ന സഹോദര ഹബീബായ നബി തങ്ങളോട് എല്ലാ വിധത്തിലും നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, ആ പ്രവാചകരോടുള്ള സ്നേഹം നിനക്ക് അദമ്യമാണെങ്കിൽ, ആ പ്രവാചകരോടുള്ള നിന്റെ അനുരാഗം നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണെങ്കിൽ നീ ആ പ്രവാചകന്റെ ജീവിതം വന്ന് ഒപ്പണേ. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനങ്ങൾ നിന്റെ ജീവിതത്തിലേക്കൊരു വഴിയാട്ടിയാകണേ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചതായ നിഷ്കളങ്കതയും അവർ ജീവിതത്തിൽ കൊണ്ടുവന്നതായ ഒരു ആദർശവും അവർ കൊണ്ടുവന്നതായ ഒരു നയങ്ങളും അത് മുറുകെ പിടിക്കണേ. നാട്ടുകാരെ, നിങ്ങൾ വളരെ ബറക്കത്തുള്ളവരാണ്. ഇത്തരത്തിലുള്ള ഔലിയാക്കളുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് ഒരിക്കലും ജമാഅത്തിന് നിങ്ങൾ മുഖവില കൊടുക്കാതിരിക്കരുത്. ആ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ കേൾക്കുമ്പോ കൃത്യമായി കടന്നു വരണേ. അറിയണേ, നിങ്ങൾക്കൊരു ചരിത്രം മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ, എനിക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്, ഞാൻ പ്രശ്നക്കാരനാണ്. എന്തെന്നറിയുമോ? എനിക്ക് കണ്ണിന് കാഴ്ചയില്ല റസൂലേ, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് തുണയായിട്ട് ആരുമില്ല റസൂലേ. വലൈസ ലീ ഖായിദുൻ യഖൂതുനീ ഇലൽ മസ്ജിദ്. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ പള്ളിയിലേക്ക് ജമാഅത്തിന് കൃത്യമായി കൂട്ടിക്കൊണ്ടുവരാൻ കണ്ണു കാണാത്ത ഈ വ്യക്തിയാകുന്ന ഞാന്, എനിക്കാരും തന്നെ തുണയില്ല റസൂലേ. അതുകൊണ്ട് അഫഉസല്ലി ഫീ ബൈതി, കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വീടിന്റെ കത്തളത്തിൽ തന്നെ കൃത്യമായി നമസ്കരിച്ചു കൊള്ളാം. എനിക്ക് വീട്ടിൽ തന്നെ നമസ്കരിക്കാനുള്ളൊരു അനുവാദം അവിടുന്ന് തരണേ എന്ന് ലോകത്തിന്റെ നായകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരന്റെ കരച്ചിൽ കേട്ടിട്ട്, ആ സഹോദരന്റേതായ നമ്പരം കേട്ടിട്ട് കൃത്യമായി ജമാഅത്തിന് വന്ന സഹാബിയ ഹബീബായ നബി തങ്ങളുടെ സവിധത്തിൽ കൃത്യമായി വന്ന വ്യക്തിത്വമാ. ഒരു ജമാഅത്ത് പോലും മുടങ്ങാത്ത വ്യക്തി വീട്ടിൽ തന്നെ നമസ്കരിക്കാൻ എന്തിനു വേണ്ടിയാ ചോദിക്കുന്നറിയുമോ? അത് മറ്റൊന്നുമല്ല തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആരും തന്നെ തുണയില്ല. തനിക്ക് പള്ളിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ഹബീബായ നബി തങ്ങളുടെ പിന്നിൽ ബഹുമായി നിൽക്കാൻ വല്ലാത്ത ആഗ്രഹിച്ച വ്യക്തിയാ. പക്ഷേ പള്ളിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ ആരും തന്നെ തുണയില്ല. മക്കളില്ല, കുടുംബങ്ങളില്ല, അയൽവാസികളില്ല, ആരോരുമില്ലാത്ത വ്യക്തിത്വമാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അഫഉസല്ലി ഫീ ബൈതി, ഞാൻ എന്റെ വീട്ടിൽ തന്നെ നമസ്കരിച്ചിട്ടോ റസൂലേ? ഹബീബായ നബി തങ്ങൾ ആ സഹാബിക്ക് ഉത്തരം കൊടുക്കുന്നു, ഫറഖസ ലഹു. ഹദീസിൽ കാണാം, അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂല് അനുവാദം കൊടുത്തു, ഇളവ് കൊടുത്തു. ശരി, നിനക്ക് കണ്ണിന് സുഖമില്ല, മാത്രമല്ല നിനക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുന്നില്ല, അന്ധനാണല്ലോ, കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണല്ലോ, ആരും തന്നെ കൂട്ടിക്കൊണ്ടുവരാനുമില്ല, എങ്കിൽ നീ വീട്ടിൽ തന്നെ നമസ്കരിക്കണേ, കൃത്യമായി നിസ്കരിക്കണം. എന്നിട്ടോ ഫലമ്മാ വല്ലാ ദഅാഹു, ആ വ്യക്തി നടന്നെന്ന് രണ്ടടി നടന്നപ്പോ ഹബീബായ നബി തങ്ങൾ ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ സഹാബി, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അൻത തസ്മഉൻ നിദാ, അൻത തസ്മഉ ഹയ്യ അലസ് സ്വലാ വഹയ്യ അലൽ ഫലാ.
നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കർ നിന്റെ കർണപുടങ്ങളിൽ അലയലി കൊള്ളുന്നുണ്ടോ എന്ന് ആ സഹാബിയോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ ആ സഹാബി പറയുകയാണ്, അന്ധനായ വ്യക്തി പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം കൊടുത്ത വ്യക്തി ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ നഅം യാ റസൂലല്ലാഹ് നഅം യാ ഹബീബല്ലാഹ്, കേൾക്കുന്നുണ്ട് റസൂലേ, കൃത്യമായി ബാങ്ക് വിളി എന്റെ കർണപുടങ്ങളിൽ അലയലി കൊള്ളുന്നുണ്ട് ഹബീബേ എന്ന് ലോകത്തിന്റെ നായകനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളുടെ തന്നെ ആ സഹാബി വര്യനോട് പറയുകയാണ്, ഫഅജ്ബിലിസ് സ്വലാ ഫഅജ്ബിലിസ് സ്വലാ ഫഅജ്ബിലിസ് സ്വലാ, എന്നാൽ കൃത്യമായി നീ ജമാഅത്തിന് വരണേ, കൃത്യമായി നമസ്കരിക്കാൻ വരണേ, നിനക്കൊരിളവില്ല ഇളവില്ല. ഇതാരോടാ പറയുന്നത് സഹോദര? ഇതാരാണ് പറയുന്നത് സഹോദര? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കരകക്കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ലോകത്തിന്റെ നായകൻ ജിബ്രീൽ എന്ന മാലാഖ മുഖേന ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മുഴുവൻ മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകമംഗവന്റെ അധ്യാപനമാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട് കണ്ണിന് കാഴ്ചയുള്ള, കാലിന് നല്ല ഉറപ്പുള്ള, കൈക്ക് നല്ല സ്വാധീനമുള്ള സഹോദര, നിനക്കെങ്ങനെയാ ഇരിക്കാൻ കഴിയുക? പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേട്ടിട്ട് നീ പള്ളിയിലേക്ക് കൃത്യമായി വരാതെ നിനക്കെങ്ങനെയാ കച്ചവടത്തിന് പോകാൻ സാധിക്കുക? ഒരിക്കലും ചെയ്യരുതേ സഹോദര. നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല, ബറക്കത്തില്ല. നിന്റെ കച്ചവടം കൂട്ടും കേട്ടോ, പടച്ചറപ്പതിൽ ബറക്കത്ത് ചെയ്യുകയില്ല. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളായി നമ്മൾ മാറാൻ പാടില്ല. എന്തേ കാരണം? നമ്മുടെ ജീവിതം പാരത്രിക ലോകത്താണ്. അല്ലാഹുവിന്റെ റസൂൽ അതിലേക്ക് ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്, വമാലു മല്ലാ മാലലുഹു, നീ എത്ര വലിയ സമ്പത്തിന്റെ ഉടമയായാലും, എത്ര വലിയ ധനാഢ്യനായാലും, എത്ര വലിയ പണക്കാരനായാലും, പടച്ചറബിന്റെ സവിധത്തിൽ അല്ലാഹുവിന്റെ കോടതിയെ നിനക്ക് വിലക്ക് വാങ്ങാമെന്നുള്ള വ്യാമോഹം വേണ്ട. അവിടെ നീ പിഴച്ചു പോകും കേട്ടോ, അവിടെ നിന്റെ കാലുകൾക്ക് പതറിച്ചു വരും കേട്ടോ. പടച്ചറബിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ കോടതിയെ വിലക്ക് വാങ്ങാനുള്ള പണമൊന്നും നിനക്കില്ല സഹോദര, നിനക്കില്ല. എത്ര വലിയ ധനാഢ്യരായി ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത് നിനക്കറിയണോ? എത്ര പണക്കാര് അറൂർ എന്ന് പറയുന്ന ലോകം കണ്ട തമ്മാടി എവിടെ പോയി? ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ എവിടെ പോയി? വഇന്ന മഫാതിഹു ലതനൂ ബിൽസുബാ, 70 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമല്ല നിധികുംഭങ്ങളുടെ താക്കോൽ കൂട്ടങ്ങളുള്ള ഖാറൂൻ അവനെവിടെ പോയി സഹോദര? അവന്റെ സമ്പത്ത് കൊണ്ട് പടച്ചറബിനെ മറന്നപ്പോ, അല്ലാഹു കൽപ്പിച്ചതായ കാര്യങ്ങളെ തിരസ്കരിച്ചപ്പോ, പടച്ചറബിനെ മറന്നപ്പോ, ആ കാലഘട്ടത്തിലെ പ്രവാചകനായ മൂസാ അലൈഹിസ്സലാമിനെ മാറ്റിവെച്ചപ്പോ, അവിടുത്തെ ജീവിതം കൈക്കൊള്ളാതിരുന്നപ്പോ എത്രത്തോളം പണം കൊണ്ടവർ അഹങ്കരിച്ചില്ലയോ? ആ പണം കൊണ്ട് നാട്ടിലുള്ള യുവാക്കളെ അവരെ വികാരം ശമിപ്പിക്കാൻ വേണ്ടി പെൺകുട്ടികളെ അതാ വിളിക്കുന്ന സമ്പത്ത് കൊടുത്തിട്ട് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പണം വാരിയെറിഞ്ഞിട്ട് അവരുടെ മാനത്തിന് വില പറഞ്ഞില്ലയോ ഖാറൂൻ എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരനായ തമ്മാടി അവരവസാനമായി പടച്ചറബിനെ മറന്നെന്ന് മാത്രമല്ല വ്യഭിചാരിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികളെ, നല്ല സുന്ദരികളായ തരുണീമണികളായ പെൺകുട്ടികളെ വീട്ടിന്റെ കച്ചളങ്ങളിലേക്ക് കോട്ടകൊട്ടകങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് അകത്തിട്ടുകൊണ്ട് നല്ല റൂമിൽ കൊണ്ടുവന്ന് നല്ല ബെഡിൽ കൊണ്ടുവന്ന് അവർക്ക് സമ്പത്തും പ്രൗഢിയും ഒക്കെ നൽകിക്കൊണ്ട് നല്ല വിഭിന്നമായ ആഹാരങ്ങൾ നൽകിയിട്ട് അവരുടെ മാനം കവർന്നെടുത്തില്ലയോ? ആ നാട്ടിലെ യുവാക്കളെ മുഴുവനും അതിലേക്ക് നയിച്ചില്ലയോ? അങ്ങനെ വ്യഭിചാരമായിട്ട് വന്ന ജീവിതം മുന്നോട്ട് പോയപ്പോ ലഖസബിനാ ബിഹി വബിദാരിഹിൽ അർളാ, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, അവനെയും അവന്റെ കൂട്ടാളികളെയും അവന്റെ വീടും അവന്റെ കെട്ടിടങ്ങളും വബിദാരിഹി
വലിയ കെട്ടിടങ്ങളാ അവൻ ഉണ്ടാക്കിയത്, വലിയ സമുച്ചയങ്ങളാ അവൻ പണിതുയർത്തിയത്, വലിയ അമ്പരചുംബികളായ മണിമേടകളാ അവൻ ലോകം മുട്ടേ വളർത്തി വലുതാക്കിയത്. അതെല്ലാം തന്നെ ഭൂമിയിലെ താഴ്ത്തിക്കളഞ്ഞില്ലയോ? നാളെ ഖിയാമത്ത് നാൾ വരെ അത് വേലാം ഭൂമിയിലെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത്രത്തോളം പണം കൊണ്ട് അഹങ്കരിച്ചതായ ഖാറൂൻ എന്ന് പറയുന്നതായ മുതലാളിക്ക് പോലും അവന് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മളുടെ ഈ ചെറിയ പണം, നമ്മളുടേതായ ഈ ചെറിയ സമ്പത്ത് കൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്, അന്യോന്യം തെറിവിളിക്കരുത്, സ്വന്തം സഹോദരന്റെ മാനത്തെ പിച്ചു ചീന്തരുത്, അയൽവാസി ബന്ധം വിച്ഛേദിക്കരുത്, സാഹോദര്യ ബന്ധവും ഐക്യവും ഈ കൂട്ടായ്മയും എക്കാലഘട്ടവും നിലനിർത്തണേ. ഇതുപോലെയുള്ള ഉറൂസുകൾ എല്ലാ കാലഘട്ടത്തിലും വന്നൊരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ദറസുന്നതിന് പ്രചോദനമാകുന്ന വ്യക്തിത്വങ്ങളായ കാരണവന്മാരുടെ കൂട്ടായ്മയും എല്ലാ കാലഘട്ടത്തിലും നമുക്ക് വെളിച്ചം വീശേണ്ടതുണ്ട്. അതിലേക്കാണ് മുഖ്യൻ കരുതേണ്ടത്. എപ്പോഴാണെങ്കിലും മരിക്കുമെന്നുള്ള ബോധമുള്ള മനുഷ്യ, മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണ്ടയോ? മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണ്ടയോ? എന്തുകൊണ്ടാണ് ഹിസാം മുസ്ലിയാരുടെ പേരിൽ, എന്തുകൊണ്ടാ ചിയാ മുസ്ലിയാരുടെ പേരിൽ ഇത്രയും ജനങ്ങളും സഹോദരങ്ങളും ഈ ഔലിയാക്കളുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയത്? അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയ ക്രിയാത്മകമായ ജീവിതം കാഴ്ചവെച്ചപ്പോ ലോകം അവരെ ഏറ്റെടുത്തില്ലയോ? ലോകം അവരെ ഏറ്റെടുത്തില്ലയോ? ഇത്തരമല്ല ഒരു ഉറൂസ് ഇവിടെ കാഴ്ചവെക്കാൻ ഇവിടെ ഇതിന്റെ പരിപാലക സമിതി അംഗങ്ങൾക്ക് കഴിഞ്ഞത് അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയ, അവരുടെ കർമ്മത്തിന്റെ വിശുദ്ധിയ, അവരോടുള്ളതായ പ്രേമവും അവരോടുള്ള അനുരാഗവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴാ മാറ്റി എഴുതുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴാ മാറിപ്പോകുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാ നമ്മുടെ നഷ്ടം. ആ മഹത്തുക്കളോടുള്ള സ്നേഹവും അനുരാഗവും അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതം നശ്വരമാണ്. എപ്പോഴെങ്കിലും മരിക്കുമ്പോൾ നല്ല ഈമാൻ കിട്ടി മുത്തഖീങ്ങളിൽ പെടുത്തി നല്ല ഔലിയാക്കളുടെ പട്ടികയിൽ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചതായ നല്ല സാത്വികരായ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ നമുക്കാവണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവും. ആരും തന്നെ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കണം. സമ്പത്ത് ഇന്ന് വരും, നാളെ പോകും. സമ്പത്ത് കണ്ടിട്ട് അതാണ് നമുക്ക് വേണം, സമ്പത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, അതിനുവേണ്ടി ഏതു മാർഗവും നമ്മൾ കൈക്കൊള്ളണം എന്നുള്ള രീതി അത് തെറ്റാണ്, തീർത്തും തെറ്റാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാന്റെ റസൂല് ദുന്യാവിനെ കണ്ടിരുന്ന രീതി പ്രവാചകന്റെ കൺസെപ്റ്റായി ഇപ്പോൾ വിവരിച്ചത്. പ്രവാചകൻ അറിയാമായിരുന്നു ഈ ലോകം നശ്വരമാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് കൊടുത്ത ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നീ ദുനിയാവിൽ ജീവിക്കുമ്പോ നീ ഒരു പരദേശിയെ പോലെ ആകണം കേട്ടോ, ഒരു വിദേശിയെ പോലെ ആകണം കേട്ടോ. വിദേശത്ത് ജീവിക്കുന്ന സഹോദരങ്ങൾ, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർക്കുണ്ടാകുന്ന ആഗ്രഹവും അവരുടെ മനസ്സിൽ എപ്പോഴും തുടികൊള്ളുന്നത് സ്വന്തം നാടിന്റെ ഹരിതവും സ്വന്തം നാടിന്റെ പച്ചപ്പും സ്വന്തം നാട്ടിലെ ജീവിതവും ഭാര്യയോടൊപ്പം ഉള്ളതായ ആസ്വാദനവും തന്റെ കുടുംബത്തോടൊപ്പമുള്ളതായ ശയ്യവലംബിക്കലുമായിരുന്നു. അവന്റെ മാതാപിതാക്കളായിരിക്കും അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുക. പക്ഷെ മാതാപിതാക്കളാകുന്ന നമുക്ക് എപ്പോഴും ഉണ്ടാകുകയോ? മകൻ സമ്പത്ത് ഈ പ്രാവശ്യം ഡ്രാഫ്റ്റ് അയച്ചു തന്നില്ലല്ലോ, അവനെ വിളിക്കുകയാണ് ഉടനെ തന്നെ, മകനെ എന്തായി ഈ പ്രാവശ്യത്തെ സമ്പത്ത്, ഈ പ്രാവശ്യത്തെ കാശ് എന്തായി, ഇന്നലെ അവിടെ കൊണ്ട് നടക്കാനുള്ള ലോഡിന്റെ ബാക്കി മോനത് ഈ പ്രാവശ്യം തന്നെ അയച്ചു തരണം. മകൻ കടന്ന് ബുദ്ധിമുട്ടുന്ന പ്രയാസവും നൊമ്പരവും അവൻ ഓരോ ദിവസവും തള്ളി നീക്കുന്ന പാടും പ്രശ്നവുമൊന്നും മാതാപിതാക്കൾക്കോ ഭാര്യയ്ക്കോ കുടുംബങ്ങൾക്കോ അറിയണ്ടല്ലോ. അവരവരുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിന്റെ സകല സമയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സുഖങ്ങളും ആസ്വാദനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും ഉമ്മ ഉപ്പ എന്നുള്ള ചിന്തയുമായി അവർക്ക് വേണ്ടി അവർ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി അതിങ്ങനെ അയച്ചു കൊടുക്കുന്ന ജോലി. എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. അള്ളാഹു പ്രവാസ ലോകത്ത് കഴിയുന്ന നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാവട്ടെ. അവരവിടെ ഇല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കില്ല. എത്രയോ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുള്ളത്. എന്തു പ്രശ്നം പറഞ്ഞാലും എന്തു വിഷയങ്ങൾ പറഞ്ഞാലും അതിനുവേണ്ടി സഹായിക്കുന്ന എത്രയോ ആളുകൾ. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ.
ആ പ്രവാസ ലോകത്ത് കഴിയുന്ന വ്യക്തിയെ പോലെ ആയിരിക്കണം നീ ദുന്യാവിൽ ജീവിക്കേണ്ടത്. അഥവാ ദുന്യാവിൽ ജീവിക്കുമ്പോൾ നിന്റെ മനസ്സിൽ എപ്പോഴും തുടികൊള്ളേണ്ടത് നിനക്കെന്തെങ്കിലും മരണം വരും, മരണത്തിന് ശേഷമുള്ള പിന്നീടുള്ള ജീവിതം, ഖബർ ജീവിതം തുടങ്ങിയ ശേഷമുള്ള മഹ്ശറാവൻ സഭ, അവിടെ നിന്നുകൊണ്ട് നിന്റെ സ്വർഗം, പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് നിനക്കെത്താൻ. അതാണ് നിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിനക്കെത്താൻ സാധിക്കണം. അതിനുവേണ്ടി നീ പരിശ്രമിക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യാ അബ്ദല്ലാഹ് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഒന്നില്ലെങ്കിൽ നീ ഒരു പ്രവാസ ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയെപ്പോലെ, പ്രവാസിയെപ്പോലെ, അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെ. യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ഏതൊരു യാത്രക്കാരനും ലക്ഷ്യസ്ഥാനമുണ്ടാവും. ആ ലക്ഷ്യസ്ഥാനം എത്താൻ വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങൾ സഹിച്ചും അവൻ പോകും. ഈ ദുനിയാവാകുന്ന ജീവിതം നീ അതുപോലെ ഒരു യാത്രയായിട്ട് കണക്കാക്കണേ. നിന്റെ പോകലും നിന്റെ എത്തലും ഖബറെന്ന് പറയുന്ന 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്കാണ്. അവിടെ നിന്നുകൊണ്ട് നിനക്കുള്ള ജൈത്രയാത്ര തുടരുന്നത് മഹ്ശറാവൻ സഭയിലേക്കാണ്. അവിടെ നിന്നുകൊണ്ട് നിനക്ക് എത്തേണ്ടത് പരിശുദ്ധവും ഏറ്റവും കൂടുതൽ മഹനീയവും കമനീയവുമായ സ്വർഗമെന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു ഭവനത്തിലേക്ക്, മനുഷ്യന്റെ തറവാടിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂല് ദുനിയാവിൽ ജീവിക്കേണ്ട രീതികളെക്കുറിച്ച് ഈ 2 വചനവും ഏറ്റവും നല്ല ഈ ലോകത്തേക്ക് ചേർത്ത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞതുപോലെ, ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കി പറഞ്ഞതുപോലെയുണ്ട്. ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് പ്രവാസിയെപ്പോലെ, ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് വഴിയാത്രക്കാരനെ പോലെ. കാരണം ഇത് രണ്ടും ഇന്ന് ദുസ്സഹമായ ജീവിതമാണ്. പ്രവാസ ലോകത്ത് കഴിയുക എന്നുള്ളതും ദുസ്സഹമാണ്. ഒരു യാത്രക്കാരൻ അവന്റെ യാത്ര ബുദ്ധിമുട്ടുള്ള യാത്ര, ദുനിയാവ് പോലെ കുടുംബങ്ങളിലും പ്രശ്നം, അയൽവാസി പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, സാമ്പത്തിക ഇടപാട്, മറ്റ് ബുദ്ധിമുട്ടുകൾ, ബാധ്യതകൾ, ഇതെല്ലാം നിറവേറ്റിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു അമാനത്താണ്, വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹു അത് നിറവേറ്റുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മൂന്നാമതായി പറഞ്ഞ പ്രവാചകന്റെ ആ വചനമാണ് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. മൂന്നാമതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിന്റെ നഫ്സിനെ, നിന്റെ ആത്മാവിനെ നീ എണ്ണണം കേട്ടോ, നീ ഖബറാളുകളുടെ കൂട്ടത്തിൽ എണ്ണണം കേട്ടോ. എന്തായി പറഞ്ഞത്? മരിക്കണമെന്നുള്ളതിന്റെ തയ്യാറെടുപ്പ് നീ നടത്തിക്കോ എന്നാ പറഞ്ഞതിന്റെ വൽഹാസ്. ഏത് നിമിഷവും മരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടെത്തിക്കുന്നത് എത്രയും പെട്ടെന്ന് ഖബറിലേക്കായിരിക്കും. നമ്മളിപ്പോൾ കിടന്ന് അഹങ്കരിക്കുന്നുണ്ടല്ലോ, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മറ്റവരുണ്ട്, മറിച്ചതിലുണ്ട് എന്നൊക്കെ. നമ്മൾ മരിച്ചെന്ന് നോക്കട്ടെ, മരിച്ചു കഴിഞ്ഞാൽ ഇവരാരുമില്ല, നേരെ എത്രയും പെട്ടെന്ന് ഹയവാനെ കൊണ്ടുവന്ന് കുഴിച്ചിടുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കുഴിച്ചിടും. എത്രയും പെട്ടെന്ന് മൂടുകയുള്ളൂ. ഇവരാരും തന്നെ നമുക്ക് തുണയാവുകയില്ല, ഇവരാരും നമ്മളെ രക്ഷിക്കും വരികയില്ല. ഒറ്റയ്ക്കുള്ള ഏകാന്തമായ ജീവിതമാണല്ലോ ഖബർ ജീവിതം. ആ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കടത്തേണ്ടത്. നമ്മളിവിടെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ ആദർശങ്ങളെക്കുറിച്ചും മഹത്തുക്കളായ സച്ചരിതരായ ഔലിയാക്കളുടെ ജീവിതവും ദർശനവും നമുക്ക് പാഠമാകേണ്ടതുണ്ട്. എന്തുകൊണ്ട്? അവർക്കൊന്നും കള്ളുകുടിക്കാൻ പറ്റാനിട്ടാണോ? കള്ളുകുടിക്കാൻ കിട്ടാനിട്ടാണോ അറേബ്യയിലുള്ളതായ സ്വഹാബി വർഗം മുഴുവൻ അത് തൃണവൽഗണിച്ചത്? ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോയിരുന്നതായ വ്യക്തിത്വങ്ങൾ, നമ്മളിപ്പോൾ കുടിക്കുന്നതായ സഹോദരങ്ങൾ കുടിക്കുന്നതായ വീര്യമുള്ളതായ കള്ളിനേക്കാൾ ഏറ്റവും കൂടുതൽ വീര്യവും അതുപോലെ തന്നെ വാറ്റുമൊക്കെ ഉണ്ടായിരുന്ന മുൻകാലഘട്ടങ്ങളിൽ അതൊന്നും അവർ കളഞ്ഞുവെച്ച് മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ട് അവർ ഈ സൂഫിസ ലോകം തെരഞ്ഞെടുത്തു? സത്യവിശ്വാസി മുഅ്മിനായി ജീവിക്കേണ്ട വ്യക്തിത്വങ്ങളിലേക്ക് അവർ മാറ്റി എഴുതി. എന്തുകൊണ്ട്? ഇവർക്കാർക്കും കുടിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവരാണ് വിവേകമുള്ളവർ, ബുദ്ധിയുള്ളവർ. അവർക്കറിയാം അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളെ അവർ വില കൽപ്പിച്ചവരാണ്. കള്ളു കുടിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂൽ അത് വിലക്കിയപ്പോ അതവർക്ക് മാറ്റി എഴുതാൻ സാധിച്ചില്ല. അത് പൂർണ്ണമായി അനുശാസിച്ചു, അവരുടെ ജീവിതത്തിൽ കർമ്മ മേഖലകളിൽ കൊണ്ടുവന്നു. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് ഉപോത്ബലകമായി മാത്രം പറയുക. قال رسول الله صلى الله عليه وسلم
من مات مدمنا بالخمر كعابد اللات والعزى. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും കള്ളുകുടിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് ആ രാത്രിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, من مات مدمنا بالخمر كعابد اللات والعزى. കള്ളുകുടിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് ഏതൊരു വ്യക്തിയതിന് പാമ്പായി നടക്കുന്ന വഴിയുള്ളവൻ റോഡ് വക്കിലോ വീടിന്റെ അകത്തളങ്ങളിലോ വന്ന് മരിച്ചു വീണാൽ അവൻ കടന്നുറങ്ങിക്കൊണ്ട് മരിച്ചാലും അതല്ല അറ്റാക്ക് വന്ന് ഏത് വിധേന മരണപ്പെട്ടാലും കഅബിദില്ലാത വൽഉസ്സാ. അള്ളാന്റെ റസൂല് പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളും നയങ്ങളുമായി മക്കായിലേക്ക് കടന്നു വന്നപ്പോ അന്നുള്ള മുശ്രിക്കീങ്ങളുണ്ടല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികളും റൗഡികളുമായ അള്ളാന്റെ റസൂല് തൗഹീദിന്റെ ആദർശങ്ങളും നയങ്ങളുമായി വന്നപ്പോ അത് കാലുകൊണ്ട് പുറത്തെട്ടുകയും ഹബീബായ നബി തങ്ങളെ ചീത്ത വിളിക്കുകയും ശകാരിക്കുകയും അടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തതായ വ്യക്തിത്വങ്ങളുണ്ടല്ലോ, അവരുടെ കൈകൊണ്ട് നിർമ്മിച്ചതായ ലാത്തയും മസ്സയും ആരാധിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങളാണല്ലോ അവർ ചത്തൊടുങ്ങിയതുപോലെ അവിശ്വാസിയായി കുഫാറായി പരിണമിക്കും, കള്ളുകുടിച്ച് മരിച്ചവരെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണ്. ഓർക്കണേ സഹോദര, എത്ര ഗൗരവമുള്ള വചനമാണ്. അള്ളാന്റെ റസൂലിനെ നൊമ്പരപ്പെടുത്തിയ വ്യക്തിത്വങ്ങളാണവർ. ഈ കാലഘട്ടത്തിലെ അവിശ്വാസി കള്ളുകുടിച്ചാലും അവർ മരിച്ചതുപോലെയാണെന്ന് പറഞ്ഞാലും അത്തരത്തിൽ നമുക്ക് വേദനയില്ല. അള്ളാന്റെ റസൂലിനെ നൊമ്പരപ്പെടുത്തിയ ഹബീബായ നബി തങ്ങളെ വേദനിപ്പിച്ചതായ ലാത്തയും മുസ്സയും എന്ന് പറയുന്ന അവരുടെ ബിംബങ്ങളെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചതായ ജനസമൂഹങ്ങൾ അവർ മരിച്ചതുപോലെ, അവർ ചത്തൊടുങ്ങിയതുപോലെ, ഓ മുഅ്മിനേ നീ ചത്തൊടുങ്ങണമെങ്കിൽ നീ കള്ളുകുടിച്ചോ കൂത്താടിക്കോ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ജീവിതത്തിൽ ഒരിക്കൽ കള്ളുകുടിച്ചിട്ടുണ്ടെങ്കിൽ നീ തൗബ ചെയ്ത് മടങ്ങിക്കോ. ഈ പരിശുദ്ധമായ പള്ളിയുടെ മുറ്റത്തിരുന്നുകൊണ്ട് ജഗന്നിയന്താവായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് നീ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോ. അത് നിന്റെ ആഖിറം രക്ഷപ്പെടും കേട്ടോ, നിന്റെ പരലോകത്തിന് വിജയത്തിന് നിദാനമാകും കേട്ടോ. അറിയണോ നിനക്ക്? അള്ളാന്റെ റസൂൽ ഈ ഹദീസ് പറഞ്ഞപ്പോ, ലോകത്തിന്റെ നായകൻ ഈ വചനം പറഞ്ഞപ്പോ സഹാബത്ത് എന്നടങ്കം ചോദിച്ചുപോയി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത മുദ്മിനൽ ഖംറ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് പറഞ്ഞതായ കള്ളുകുടിയൻ, അവിടുന്ന് പറഞ്ഞതായ കള്ളുകുടിയൻ, അവിടുന്ന് 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവരെ കുറിച്ചല്ലയോ പറഞ്ഞത്? മുതുമിനായ വ്യക്തി അഥവാ മിനിങ്ങി നടക്കുന്നവരെ കുറിച്ചല്ലയോ പറഞ്ഞത്? 24 മണിക്കൂറും കള്ളു കുടിച്ചുകൊണ്ട് പടച്ചറപ്പിനെ മറന്നുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ബാങ്ക് വിളിക്കുന്ന നേരത്ത് ബീഡി വിളിച്ചുകൊണ്ടിറങ്ങി പോകുന്നതായ വ്യക്തിത്വം, ഇല്ലെങ്കിൽ അതിന്റെ മജ്‌ലിസിൽ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ നാടമില്ലാതെ കള്ളുകുടിച്ചു വന്നുകൊണ്ട് കറങ്ങി നിൽക്കുന്നതായ വ്യക്തിത്വമായി നിൽക്കുന്ന വ്യക്തിയെ കുറിച്ചല്ലയോ അവിടുന്ന് പറഞ്ഞത്? 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചല്ലയോ? മക്കാ മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെയാണെന്ന് അവിടുന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ലാ യാ സഹാബ, ലാ യാ സഹാബ, ولكن يشربها حين وجدها ولو بعد سنين.
വർഷത്തിൽ ഒരിക്കലെങ്കിലും കിട്ടിയതായ സ്കോച്ച് കൊണ്ട് ഏതെങ്കിലും ബീച്ചിന്റേതായ ഓരത്തിരുന്നു കൊണ്ട് വെള്ളമടിച്ച വ്യക്തി അവൻ അതാ ന്യൂ ഇയർ ആഘോഷിച്ചപ്പോൾ അടിച്ചിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ ക്രിസ്മസിന്റെ ആഘോഷത്തിൽ അടിച്ചതാണ്, ഓണാഘോഷത്തിൽ അടിച്ചതാണ്. കൂട്ടുകാരന്റെ കല്യാണത്തിന്റെ പാർട്ടി തലേ ദിവസം നടത്തിയപ്പോ അവൻ വിളിച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വീര്യമുള്ളതായ സ്കോച്ച് അതല്പമൊന്ന് നുടഞ്ഞതേയുള്ളൂ എങ്കിലും അവനും മക്കാ മുശ്രിക്കുകളായ വ്യക്തിത്വങ്ങളെ പോലെ കാഫിറായി ചത്തൊടുങ്ങുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം നമ്മൾ, വല്ലാത്ത ഗൗരവമുള്ള വചനമാണ്. ഹബീബായ നബിതങ്ങളെ നൊമ്പരപ്പെടുത്തിയ, വ്യസനിപ്പിച്ച, ദുഃഖിപ്പിച്ചതായ വ്യക്തിത്വങ്ങൾ മക്കാ മുശ്രിക്കുകൾ, ലാത്തയും മുസൈം എന്ന് പറയുന്ന ഏറ്റവും വെറുക്കപ്പെട്ടതായ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ജനസമൂഹങ്ങൾ, അവർ ചത്തൊടുങ്ങിയതുപോലെ ആകുമത്രേ മുഅ്മിനായ ഒരു വ്യക്തി അല്പം മദ്യപിച്ചാൽ, ലഹരി നുണഞ്ഞാലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ പറയുന്നുണ്ട്, എനിക്കതൊന്നും അടിച്ചിട്ട് ഒന്നും ഇങ്ങ് എത്തുന്നില്ലെന്ന്. ഇവ 30 കുപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഡെയിലി, പിന്നെ ഒരു ഗ്ലാസ് കുടിച്ച വല്ല എത്തും? ഒന്നും എത്തൂല. എനിക്ക് ഒരു അല്പം കുടിച്ചാൽ ഒന്നും എത്തൂലല്ലോ. എത്ര ലഹരിയുള്ളതാണെങ്കിലും, അല്പം ലഹരിയുള്ളതാണെങ്കിലും, ലഹരിയുള്ളതാണോ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ജമൽ ജവാമി പോലുള്ള ഗ്രന്ഥത്തിൽ വിശദീകരിച്ചു. ഏതായിരുന്നാലും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ അധ്യാപനം നമ്മുടെ ഹൃദയത്തിൽ വളരെ സ്വാധീനിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് കൂടി പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ ആർക്കെങ്കിലും അത്തരത്തിലുള്ള ദുശീലമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. قال رسول الله صلى الله عليه وسلم من كان في صدره آية من كتاب الله, ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും കോറിയിടുകയും ഒരു ആയത്തെങ്കിലും സൂക്ഷിച്ചു വെക്കുകയും വസുബ്ബ അലൈഹിൽ ഖംറു, അതിലേക്ക് അവൻ കള്ള് കടത്തിവിടുകയും ചെയ്താൽ. എന്താണ് ഈ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും ഹൃദയത്തിലുള്ള വ്യക്തി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതൊരായത്താണ്. ഈ ആയത്തെങ്കിലും ഹൃദയത്തിലില്ലാത്തവർ എന്റെ മുന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫാത്തിഹ മുഴുവൻ അറിയാവുന്നവരാണ് എല്ലാവരും. എത്രയോ സൂറത്തുകൾ മനഃപ്പാടമാക്കിയ വ്യക്തിത്വങ്ങൾ, കാരണവന്മാർ എന്റെ മുന്നിലിരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ബിസ്മി ഒരു ആയത്താണ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കെ, من كان في صدره آية من كتاب الله وصب عليه الخمر, അതവന്റെ ഹൃദയത്തിലുണ്ടായിരിക്കെ, ഒരു ആയത്തവന്റെ മനസ്സിലവൻ സൂക്ഷിച്ചിരിക്കെ, ഹിഫ്ള് ചെയ്തിരിക്കെ, അതിലേക്ക് അവന്റെ ശ്വാസനാളത്തിലൂടെ, അവന്റെ അന്നനാളത്തിലൂടെ, അവന്റെ ഉദരത്തിലേക്ക് കല്ല് കടത്തി വിടുകയും ചെയ്താൽ, യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ, അവന്റെ ഹൃദയത്തലങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം സൂക്ഷിക്കുകയും അതിലേക്ക് കല്ല് കടത്തിവിടുകയും ചെയ്താൽ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ സവിധത്തിൽ എല്ലാവരും സ്വന്തം നഫ്സിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ നിലയ്ക്കും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ, എങ്ങനെയെങ്കിലും എന്റെ ശരീരത്തെ, എന്റെ ആത്മാവിനെ ഒന്ന് രക്ഷിച്ചെടുക്കണം നാഥാ എന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഖേദിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ദുഃഖഭാരവുമേറി അവന്റെ പാപവുമേറിക്കൊണ്ട് നിൽക്കുമ്പോ യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ സവിധത്തിൽ ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. ആരാണ് വരുന്നത് സഹോദരാ? കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ, അവന്റെ ഹൃദയത്തലങ്ങളിൽ അവൻ സൂക്ഷിച്ചു വെച്ചതായ പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തിലെയും അക്ഷരങ്ങൾ വരുമത്രേ, അക്ഷരങ്ങൾ വരുമത്രേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ഒരു ആയത്തിൽ തന്നെ 19 അക്ഷരമുണ്ടത്രേ. ആ 19 അക്ഷരങ്ങൾ പടച്ചറപ്പിന്റെ സവിധത്തിലേക്ക് വരുന്നു. എവിടെയാ വരുന്നത്? ഓ സഹോദരാ, നീ വീർപ്പ് മുട്ടിക്കൊണ്ട് എങ്ങനെയാ എന്റെ ശരീരത്തെ ഒന്ന് രക്ഷിക്കുക എന്ന് കരുതിക്കൊണ്ട് ആ സൂര്യൻ കത്തിയാള് തലയ്ക്ക് മീതെ നിന്നുകൊണ്ട് വെന്തുരുകുന്ന ഘട്ടത്തിലാ വരുന്നത്. എന്നിട്ട്
ഫയഖുദു ബിനാസിയതിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ മനുഷ്യന്റെ തലമുടിക്ക് പിടിക്കുമത്രേ, അവന്റെ മൂർധാവിൽ പിടിക്കുമത്രേ, അവന്റെ കുടുമിക്ക് പിടിക്കുമത്രേ. ഫയൂഖിഫുഹു ബൈന യദയില്ലാഹ്. അല്ലാഹുവെന്ന ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ മുന്നിൽ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധ ഗർത്തങ്ങളെ സൃഷ്ടിച്ചതായ, അതിൻ്റെതായ ഒഴുകിൽ വരുന്നതായ തിമിംഗലെ സൃഷ്ടിച്ച, അതിലൂടെ ഓളിയിട്ട് പോകുന്നതായ ചെറുമീനുകളെ പോലും പരൽ മീനുകളെ പോലും സൃഷ്ടിച്ച, കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ പൊൻപ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കലപില ശബ്ദമുണ്ടാക്കി കളകൂജനങ്ങൾ മുഴക്കിക്കൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നു കൊന്നു ചെല്ലുന്ന പക്ഷിപർവ്വതാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭൂമിയുടെ ഏതോ കോണിൽ ഭക്ഷണം നിശ്ചയിച്ച റാസിഖാണല്ലോ അവർ. ആ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക്, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് വരുമത്രേ. എന്നിട്ടോ ഫയുഹാസിമഹു ബൈന യദയില്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ, ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ മുന്നിൽ, അത് ചെറിയ കണ്ണുകൾ കൊണ്ടുപോലും അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും ദർശിക്കാൻ സാധിക്കാത്തതായ സൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ വിഷയത്തിൽ വന്നുകൊണ്ട് തർക്കിക്കുമത്രേ. ഫയുഹാസിമഹു ബൈന യദയില്ലാഹ്. അല്ലാഹുവേ, ഈ കാണുന്ന മനുഷ്യനുണ്ടല്ലോ, ഇവൻ ജീവിതത്തിൽ കള്ളുകുടിച്ചുകൊണ്ട് നടന്നവനാണ്. ഇവൻ ന്യൂ ഇയറിലും ഇവൻ ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലും ഓണസദ്യകളിലും കള്ള് ധാരാളം കുടിച്ചവനാണ്. ഇവൻ അവന്റെ കൂട്ടുകാരന്റെ കല്യാണ പാർട്ടിയുടെ തലേന്നിരുന്നുകൊണ്ട് ഒരുപാട് കുടിച്ച് ആമോദിച്ചവനാണ്. ഇവൻ ബീച്ച് ബസ്സിൽ പോയിരുന്നു കൊണ്ട് കുടിച്ചവനാണ്. ഇവൻ കടകമ്പോളങ്ങളിലെല്ലാം പോയിരുന്ന് കുടിച്ചവനാണ്. ഇവൻ റോഡിൽ കടന്ന പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ ചുറ്റുവട്ടത്തിരുന്നു കൊണ്ട് കൂട്ടുകാരും ഒന്നിച്ചിട്ട് അവനതാ കുടിച്ച് ഉല്ലസിച്ചുകൊണ്ട് രമിച്ച് നടന്നവരാണ്. ഇവൻ സ്വന്തം ഉമ്മ പോലും അറിയാതെ വീടിന്റെ അകത്തളങ്ങളിൽ ബായിൽ കൊൽപ്പിച്ചു കൊണ്ടുവന്നിട്ട് അതാ പുതപ്പിന്റെ അടിയിലിരുന്നുകൊണ്ട് പാതിരാത്രി സമയത്ത് അല്പാൽപമായി കുടിച്ചു തീർത്തവനാണ്. അതുകൊണ്ട് ഇവനെ രക്ഷിക്കരുതേ, ഇവനെ നരകത്തിലിടണേ അല്ലാ. ഇവൻ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചതായ ഓരോ ആയത്തിലെയും ഓരോ അക്ഷരങ്ങളും വരുകയാണ്. വിസ്മി മനപ്പാടമുള്ളവന് 19 അക്ഷരങ്ങൾ കടന്നു വന്നിട്ട് അവന്റെ മൂർധാവിൽ പിടിച്ചു വലിച്ചഴിച്ച് ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ മുന്നിൽ കൊണ്ടുവന്ന്, അല്ലാഹുവേ, ഇവനെ സ്വർഗത്തിലേക്ക് വിടരുതേ, ഇവനെ കത്തിയാളുന്ന നരകത്തിന്റെ ഒട്ടാവാക്കണേ എന്ന് പടച്ചിറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫൽവൈൽ കുല്ലുൽ വൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. എല്ലാ നാശവും, എല്ലാ ദുഃഖവും, എല്ലാ വിരഹവും, എല്ലാ പ്രയാസവും, എല്ലാ നൊമ്പരവും, എല്ലാ ദുഃഖം ഖനീഭവിച്ച മൂർത്തങ്ങളും ആർക്കാണെന്നറിയണ്ടയോ സഹോദരാ? അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട്, ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഏതൊരാളുടെ വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ, പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ തർക്കിച്ചുവോ, അവൻ നശിച്ചത് തന്നെ, അവൻ തുലഞ്ഞത് തന്നെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 മാസമുള്ളതായ 4 വയസ്സുള്ളതായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊണ്ടുവന്നതായ വ്യക്തി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ മരപ്പത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചത് ഈ ജില്ലയിലല്ലയോ, മലപ്പുറം ജില്ലയിലല്ലയോ? കള്ളുകുടിയിൽ മുന്നേറ്റമുള്ളത് തിരൂരെന്ന് പറയുന്ന നമ്മളുടെ ദേശമല്ലയോ? ഓർക്കണേ സഹോദരാ, മാറാനൊരു വഴിത്തിരിവ് നമുക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂല് തൊടാത്ത, അവിടുത്തെ അനുയായി വൃന്ദം നിഷേധിച്ചതായ അല്ലാഹുവിന്റെ വിവേകമുള്ള ഔലിയാ
ഔലിയാക്കൾ തന്റെ ഇടമുള്ള അലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ അവർ മാറ്റിയെഴുതിയതായ ലഹരി പദാർത്ഥങ്ങൾ അത് നമ്മുടെ ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് ഒരിക്കലും നീ നടക്കരുതേ നീ അത് ചുണ്ടിലേക്ക് വെച്ചിട്ട് നീ പഠിക്കാൻ പോയിരിക്കുമ്പോ നിന്റെ മുന്നിൽ വന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ മുഖത്ത് നിനക്ക് കാമം കാണാൻ കഴിയും. കാരണം അത് നിന്റെ ചുണ്ടിലൊളിപ്പിച്ചതായ വികാരം വരുത്തുന്നതായ ലഹരി പദാർത്ഥം കൊണ്ടാണ്. അതിലൂടെ ആ ടീച്ചറെ പോലെ തോന്നിക്കുന്നതായ നിന്റെ ഉമ്മയെ വ്യഭിചരിക്കാൻ പോലും നിനക്ക് കൂട്ടാകുന്ന ഒരു വ്യക്തിത്വമായി ദുഷിച്ച വ്യക്തിത്വമായി ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ മോശപ്പെട്ട വ്യക്തിത്വമായി നീ മാറാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. എട്ടും പൊട്ടും അറിയാത്തതായ പിഞ്ചോമന മക്കളെ കൊണ്ടുപോയി പീഡിപ്പിക്കാതിരിക്കാൻ പറയുകയാണ്. വിവേകമുള്ളവനാകണം. നിന്റെ ശരീരത്തെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ ബുദ്ധിയെ പോലും ഇല്ലാതാക്കുന്ന ആ മദ്യം നീ എടുത്ത് മാറ്റണേ. ഇന്ന് ശാസ്ത്രം പോലും വിലയിരുത്തിയില്ലയോ? കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ നമ്മൾ കണ്ടില്ലയോ? 200 രോഗങ്ങൾ കടിമപ്പെടുമത്രേ. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവൻ 200 രോഗങ്ങൾ കടിമപ്പെടുമത്രേ. അതിൽ ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്ന മഹാദുരന്തം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒറ്റ രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ആ ക്യാൻസർ തന്നെ 82 സൈസുകളുണ്ട്. വേദനയുള്ളത് വേദനയില്ലാത്തത് പല വിധേന. ചികിത്സിച്ചാലും എത്രത്തോളം ചികിത്സിച്ചാലും കൊണ്ടുവന്ന് അന്വേഷിച്ചാലും എൻക്വയറി നടത്തിയാലും അറിയാത്ത അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള വൈറസുകളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും നമ്മളെയും സന്താന പരമ്പരയും കാക്കട്ടെ. അതില്ലാതിരിക്കണമെങ്കിൽ പൂർണ്ണമായി നിങ്ങൾ കള്ളുകുടി മാറ്റണമെന്ന് പത്രമാണ് പറയുന്നത്, ശാസ്ത്രമാ പറയുന്നത്. ഇന്ന് ഖുർആനും ഹദീസും ഒക്കെ ഇന്ന് മനുഷ്യന് മാറ്റിയെഴുതി അവരെല്ലാവരും ശാസ്ത്രത്തിന്റെ പുറകെ. ശാസ്ത്രം എന്ന് പറയുന്നു, ഡോക്ടർമാരെന്ന് പറയുന്നു, അവർ തന്നെ വിലയിരുത്തുന്നു. എന്നാൽ 200 രോഗങ്ങൾ കടിമപ്പെടുമത്രേ കള്ളുകുടിക്കുന്നവൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനേക്കാളുപരി പാരത്രിക ലോകത്ത് നിനക്ക് ഏറ്റവും വലിയ വിപത്തായി വരും. നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നീ സൂക്ഷിച്ചു വെച്ച ആയത്തുകൾ ജഗന്നിയന്താവായ പടച്ചിറപ്പിന്റെ കോടതിയിൽ വന്നുകൊണ്ട് നിനക്കെതിരെ പടച്ചിറപ്പിനോട് സമരം ചെയ്ത് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുവിടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, കള്ളു കുടിക്കുന്നതായ വ്യക്തിയുടെ ജനാസ പോലും ലാ തത്തബിഉ ജനായിസഹു, അവന്റെ ജനാസ അനുഗമിക്കരുത്. വലാ തഊദു മർളാഹു, അവർ രോഗികളായാൽ രോഗസന്ദർശനം നടത്തരുതേ. അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണ്. അവരോട് സലാം പോലും പറയരുതേ. എന്തേ കാരണം? പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന മാറ്റിവെച്ചവരാണവർ. ഹബീബായ നബി തങ്ങളുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞവരാണവർ. കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാ ദുഷിച്ച ശീലങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്ന ആ കള്ളുകുടി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണേ, അടർത്തി മാറ്റണേ എന്ന് പറഞ്ഞിട്ട് ആ വചനം കൈക്കൊള്ളാതെ കള്ളുകുടിച്ചും ലഹരി പദാർത്ഥം നുണഞ്ഞുകൊണ്ടും നിന്റെ ജീവിതം തള്ളി നീക്കിയാൽ അത്തരത്തിലുള്ള രോഗി ക്യാൻസർ രോഗിയായിട്ട് കടക്കുമ്പോൾ പോലും അവനെ കാരുണ്യത്തോടു കൂടി വർദ്ധിക്കരുതേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവൻ ദുന്യാവിൽ പോലും നിസാരനും നിന്ദനുമായി പെടണമെന്നാണ് പരിശുദ്ധ ദീനിന്റെ കൽപ്പന. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ വചനത്തെ അവൻ മുഖവിലേക്ക് എടുക്കാത്തവനാ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞല്ലോ, കള്ളുകുടി ഇല്ലെങ്കിൽ അതുപോലെയുള്ളതായ പാർട്ടികളിൽ കള്ള് ഒഴിച്ചു കൊടുക്കുന്നതായ സ്ഥലങ്ങളിൽ പോലും നിങ്ങൾ പോയി ഇരിക്കാൻ പാടില്ല. റെസ്റ്റോറന്റ്, എത്രയോ റെസ്റ്റോറന്റ് ഇന്ന് കടന്നു വരുന്നു. ചില ആൾക്കാർ പറയും വെള്ളം അടിക്കാൻ വേണ്ടി തന്നെ കണ്ടെത്തുന്ന ന്യായമാണവർ. ഇന്ന റെസ്റ്റോറന്റിൽ പോയ നല്ല എരിവും പുളിയുമുള്ള ആഹാരം കിട്ടും, അതിന്റെ കൂട്ടത്തിൽ അല്പം നുണയും ചെയ്യാം. അതാണ് അവർ ഡിമാൻഡ്. അതിനവർ കണ്ടെത്തിയ ഒരു അവിടെ പോയാൽ നല്ല ചൂട് എരിവുള്ള, കള്ളുകൂടിയന്മാർക്കാണല്ലോ എരിവിനോട് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അവിടെ പോയി ഇച്ചിരി എരിവുള്ളത് കിട്ടും. അതുകൊണ്ട് അവിടെയാണ് നല്ല ആഹാരം കിട്ടുക. കള്ള് വിളമ്പുന്നതായ റെസ്റ്റോറന്റിൽ പോലും നിങ്ങൾ പോകാൻ പാടില്ല എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഹദീസാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും ഞാൻ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നു. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. മരണമെന്ന് പറയുന്നത് സുനിശ്ചിതമാണ്, നമുക്കെല്ലാവർക്കും വന്നെത്തുന്ന ഒന്നാണ്. എല്ലാ വ്യക്തിത്വങ്ങൾക്കും എത്തും. ആരെയും അതിൽ നിന്നും മാറ്റാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോകം കണ്ട ഏറ്റവും വലിയ ധനാഢ്യൻ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി അവനെവിടെ പോയി? എത്രയോ സ്വേച്ഛാധിപതികൾ, എത്രയോ ഏകാധിപതികൾ, എത്രയോ വ്യക്തിത്വങ്ങൾ ഈ ലോകത്ത് ധനാഢ്യർ, പാവപ്പെട്ടവർ കഴിഞ്ഞുപോയി. അവരെല്ലാവരും ഇന്നെവിടെയാണ്? അവരെല്ലാവരും മരണപ്പെട്ടു പോയി.
ഇനി നമ്മളും മരിക്കേണ്ടവരാണ്. അടുത്ത സമയത്ത് നമ്മളെ കാത്തിരിക്കുന്നു മരണത്തിന്റെ വെള്ളിയാളം. അല്ലാഹു സമയത്ത് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഈമാനോടുകൂടി മരണപ്പെടാൻ, നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകാൻ വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് നല്ല ബക്കത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു നിയ്യത്തോടുകൂടി എല്ലാവരും കൊടുക്കുക. മഹത്തുക്കളായ ഈ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മരണം ഈമാനോടുകൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല സമയത്തും മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിയ്യത്ത് ചെയ്തുകൊണ്ട് വേഗം ഇൻഷാ അല്ലാഹ് ബക്കത്ത് എല്ലാവർക്കും വരും ഇൻഷാ അല്ലാഹ്. കാര്യമായ നിലയിൽ എല്ലാവരും സഹകരിക്കുക. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുന്നത്. മരണം സുനിശ്ചിതമാണ് സർവർക്കും. എല്ലാ നഫ്സും എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 23 സംവത്സരങ്ങൾ കൊണ്ട് ജഗന്നിയന്താവായ പടച്ചറബ് ജിബ്രീൽ എന്ന മാലാഖ മുഖേന ഹബീബായ നബി തങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച ഖുർആൻ ഇന്നും ശാസ്ത്രലോകം ഗവേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യമാണ്, ആ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്, മരണത്തിന്റെ കരാള ഹസ്തങ്ങളിൽ പിടിമുറുക്കുന്നതാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിടിമുറുക്കത്തിൽ സർവരും വന്ന് പെടുന്നതാണ്. എല്ലാ ഏകാധിപതികളും എല്ലാ സ്വേച്ഛാധിപതികളും എല്ലാ വ്യക്തിത്വങ്ങളും എല്ലാ പണക്കാരും ധനാഢ്യരും പാവപ്പെട്ടവരും കുലമഹിമയുള്ളവരും കുലീനതയുള്ളവരും എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, ഓരോരുത്തരായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സെക്കൻഡിൽ നമ്മളും മരിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത മുഅ്മിനേ, ഓ മുഅ്മിനത്തേ, നിന്റെ ഹൃദയത്തിൽ കടന്നു വരട്ടെ. അപ്പോഴേ നിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഇസ്ലാമികമാകൂ. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം, നിന്റെ ശരീരത്തെ നിന്റെ ആത്മാവിനെ നീ ഖബറാളുകളുടെ കൂട്ടത്തിൽ എണ്ണണേ എന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഉപദേശമായിരിക്കണം, നിർദ്ദേശമായിരിക്കണം വാതു കഴിഞ്ഞു പോകുന്ന നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടത്. നമുക്കും മരിക്കേണ്ടതാണ്. മരിക്കുമ്പോൾ നല്ല രീതിയിൽ മരണപ്പെടണം. അത് തന്നെ നമ്മുടെ ലക്ഷ്യം, അത് മാത്രമാണ് ലക്ഷ്യം. കലിമ ചൊല്ലി ഹബീബായ നബി തങ്ങളുടെ പൂമുഖം കണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നല്ല രീതിയിൽ മരിക്കണം. നല്ല ദിവസവും നല്ല സന്ദർഭത്തിലുമായി മരണപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ശരീരവും മരിക്കും, എല്ലാവരും മരിക്കും. ആ മരണിക്കുന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ മരണത്തെക്കുറിച്ച് അതിന്റെ രുചിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞ വചനം, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയും. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മ തിന്മകളുടെ സർവ്വ പ്രതിഫലങ്ങളും അത് മുഴുവനും പൂർത്തീകരിച്ചു തരുന്നത് യൗമൽ ഖിയാമ, നാളെ മഹ്ശറ വൻസഭയിൽ സർവരും ഒരുമിച്ച് ചേരുന്ന വേളയിലത്രേ. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരൊരുവൻ കത്തിയാളുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന്, അതിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതാരങ്ങൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്താൽ അവൻ വിജയിച്ചു അത്രേ. ഫഖദ് ഫാസ്.
ഫാസ്. അവൻ എല്ലാ നിലയ്ക്കും വിജയിച്ചവനാണ്, അവൻ വിജയശ്രീലാളിതനാണ്, അവൻ വിജയക്കൊടി പാറിച്ചവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണ് സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന്. അതുകൊണ്ട് ഓർക്കണേ, ഈ ഭൗതിക ലോകത്തെ ജീവിതത്തെ അല്ലാഹുവിന്റെ റസൂൽ ആ ആയത്തിൽ തന്നെ ഓതിക്കൊടുത്തുകൊണ്ട് പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഭൗതിക ലോക ജീവിതമോ സഹോദര, അത് വഞ്ചനയാണ്, വഞ്ചനാത്മകമായ ജീവിതമാണ്, അത് നിന്നെ വഞ്ചിക്കും കേട്ടോ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞതുപോലെ, അതിസുന്ദരിയായ പ്രൗഢിയുള്ള വക്രതയുള്ള വിവേകമുള്ള തന്റേടമുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ പോലെ നിനക്ക് തോന്നും ഈ ദുന്യാവ്. ആ ദുന്യാവിന്റെ പുറകെ നീയോടും. സുന്ദരിയായ പെണ്ണ്, സൗന്ദര്യമുള്ള പെണ്ണ്, വിവേകമുള്ള പെണ്ണ്, തന്റേടമുള്ള പെണ്ണ്, പക്വതയുള്ള പെണ്ണ്, അവളുടെ സൗന്ദര്യവും പക്വതയും വിവേകവും തന്റേടവും കണ്ടിട്ട് അവളെ പ്രാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സഹോദര, അവസാനം അവളുമായി നീ ശൗര്യമവലംബിച്ച് അവളുമായി കൂടിച്ചേർന്നതിന് ശേഷം നിനക്കതാ ഒരു വലിയ ദുരന്തം തിരിച്ചറിയാൻ സാധിക്കും. വലഹാ സിർറുൻ സൂഉൻ ഖബാഇഹ്. ദുനിയാവെന്ന് പറഞ്ഞതായ ആ സൗന്ദര്യമുള്ള പെണ്ണിൽ വലിയ ദുരന്തങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്. അവൾ എയ്ഡ്സ് ബാധിതയായ പെണ്ണിനെ പോലെയാണ്. അവളുമായി നീ ശയ്യ അവലംബിച്ചാൽ, അവളുമായി നീ സൈന്യയിൽ ചേർന്നാൽ, അവളുമായി നീ കടപ്പറ പങ്കിട്ടാൽ നിനക്കും വന്നെത്തുമേ എയ്ഡ്സ് എന്ന് പറയുന്ന മഹാവിപത്ത്, എയ്ഡ്സ് എന്ന് പറയുന്ന മഹാദുരന്തം. അതിലൂടെ നീയും നശിക്കുമേ. വലഹാ സിർറുൻ സൂഉൽ ഖബാഇഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുകയാണ്, ആ ദുന്യാവാകുന്ന പറയുന്നതായ ആ പെണ്ണുണ്ടല്ലോ, സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ, അവൾ നിന്നെ നശിപ്പിക്കും കേട്ടോ. നാളെ പടച്ചിറപ്പിന്റെ കോടതിയിലെത്തുമ്പോ, അല്ലാഹുവിന്റെ സവിധത്തിലെത്തുമ്പോ, നിനക്കതാ വിപത്തുണ്ടാകുന്ന നേരത്ത്, നിനക്ക് നൊമ്പരം വരുന്ന നേരത്ത്, നിനക്ക് പ്രയാസമുണ്ടാകുന്ന നേരത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി നീ കെട്ടിപ്പിടിച്ചിരുന്നതായ നിന്റെ ദുന്യാവുണ്ടല്ലോ, ആ ദുന്യാവിലേക്ക് നീ നോക്കുമ്പോ ആ ദുന്യാവിന്റെ സമ്പത്തോ ആ ദുന്യാവിന്റെ പ്രൗഢിയോ അവരാരും തന്നെ നിനക്ക് തുണയില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തിയതുപോലെ, വഹിയ തയ്യാറത്തുൻ ഫറാറത്തുൻ മക്കാറാ. ആ സ്ത്രീകളുണ്ടല്ലോ, അവരുണ്ടല്ലോ, പരിശുദ്ധമായ ആ സ്വർഗീയമായ ആരാമത്തിലേക്ക് നിനക്ക് ആറാടേണ്ടതിന് പകരം, അവിടെ നിന്നെ കൊണ്ടെത്തിക്കേണ്ടതിന് പകരം ആ സ്ത്രീയുണ്ടല്ലോ, ആ സ്ത്രീയുണ്ടല്ലോ, ദുന്യാവിൽ നിനക്ക് ഏറ്റവും സൗന്ദര്യവും വിവേകവും തന്റേടവും പക്വതയുമായി തോന്നിയ ആ ദുന്യവിയായ ജീവിതത്തിൽ ദുന്യാവിന്റെ പുറകെ, സൗന്ദര്യമുള്ള പെണ്ണിന്റെ പുറകെ പോയ നിനക്ക് ആഖിറത്തിലെത്തുമ്പോൾ കൈകരിക്കേണ്ട അവസ്ഥയാണ്. അവിടെ എത്തുമ്പോൾ വഹിയ തയ്യാറത്തുൻ ഫറാറാ. അതോടി പറന്നകലും. നിനക്ക് വിപത്തെത്തുമ്പോ നീ അവിടെ കടന്നുകൊണ്ട് ദുന്യാവ് എന്നെങ്ങനെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നിന്നെ യാതൊരുവിധ രക്ഷയുമില്ല, നിന്നെ പൂട്ടിടും, നിനക്ക് അനങ്ങാൻ കഴിയുകയില്ല എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ദുന്യാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദുന്യാവിന്റെ പുറകെ പോയി സമയം കളയാതെ നമ്മുടെ ഇനിയുള്ള ജീവിതമെങ്കിലും നമ്മൾ ആഖിറത്തിന് വേണ്ടി നമ്മൾ മുതൽ കൂട്ടാക്കുക. സ്ത്രീകളുടെ ഭാഗത്തുകൂടി ബക്കറ്റ് ഊരി പോകണം. ഇൻഷാ അല്ലാഹ് കാര്യമായ നിലയിൽ സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ രോഗങ്ങളെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മളെയും നമ്മളുടെ സന്താന പരമ്പരകളെയും നമ്മളുടെ കുടുംബാദികളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് സുനിശ്ചിതമാണ്, എല്ലാവർക്കും വന്നെത്തുന്നത്. ആ സമയത്ത് നമ്മൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. കള്ളുകുടിച്ച് കൂത്താടിക്കൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്ന നിന്നെ റൂഹിനെ വേർപിരിക്കാൻ, നിന്റെ ആത്മാവിനെ വേർപിരിക്കാൻ ജഗന്നികന്താവായ പടച്ചറബ് പറഞ്ഞുവിടുന്നത് 500 മലക്കുകളെ അത്ര. 500 മലക്കുകളെയാണ് നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്താൻ വേണ്ടി പടച്ചറബ് പറഞ്ഞുവിടുന്നത്. എങ്ങനെയുള്ള വ്യക്തിത്വമാണെങ്കിൽ നീ ദുന്യാവിൽ കള്ളുകുടിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് നമസ്കാരത്തിന് കൃത്യമായി പങ്കെടുക്കാതെ ജമാഅത്തിന് വില കൽപ്പിക്കാതെ എല്ലാ നിലയ്ക്കും കൂത്താടിക്കൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് കഴിച്ചാൽ നീ വന്നെത്തുന്നത് നിന്റെ റൂഹിനെ വേർപിരിക്കാൻ വരുന്നത് 500 മലക്കുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ആ 500 മലക്കുകളിൽ 250 മലക്കുകൾ നിന്റെ വലതുകാലിന്റെ പെരുവിരലിന്റെ ഭാഗത്ത് തമ്പടിക്കുമത്രേ. ബാക്കിയുള്ള 250 മലക്കുകൾ നിന്റെ ഇടതുകാലിന്റെ പെരുവിരലിന്റെ ഭാഗത്ത് തമ്പടിക്കുമത്രേ. വലതുഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന 250 മലക്കുകളിൽ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായിട്ട് നിന്റെ മുട്ടിലൂടെയും അവിടുന്ന് നിന്റെ തുടയിലൂടെയും നിന്റെ വലതു കൈയിലൂടെയും നിന്റെ കഴുത്തറ്റം വരെ റൂഹിനെ വേർപിരിക്കുമത്രേ. ഇത് കണ്ടുകൊണ്ട് നിലക്കുന്ന 250 മലക്കുകൾ അവരും തുടങ്ങുകയാണ് അവരുടെ ജോലി, അവരും തുടങ്ങുകയാണ് അവരുടെ പണി. ഇടതുകാലിന്റെ പെരുവിരൽ മുതൽ അവരും റൂഹിനെ വേർപിരിക്കാൻ തുടങ്ങുന്നു. 50 മലക്കുകൾ ഘട്ടം ഘട്ടമായി റൂഹിനെ പിടിച്ച് 250 മലക്കുകൾ പൂർത്തിയാക്കുന്നു. തൊണ്ടക്കുഴിവരെയെത്തുമ്പോ 500 മലക്കുകൾ റൂഹിനെ പിടിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് നൊമ്പരപ്പെടുകയാണ് ഈ മനുഷ്യൻ. ജീവിതത്തിൽ അവനതാ സമ്പാദിച്ച സമ്പത്തോ, അവന്റെ സൗന്ദര്യവതിയായ ഭാര്യ, അവന്റേതായ സുന്ദരിയായ മക്കളോ, അവന്റെ കുടുംബങ്ങളോ അയൽവാസികളോ ആരും തന്നെ അവനെ തുണയില്ല, ആരും തന്നെ അവനെ ആസ്വദിപ്പിക്കാൻ സമാധാനിപ്പിക്കാനില്ല. അവരുടെ ആശ്വാസവും സമാധാനവുമൊന്നും അവന് രക്ഷയില്ല, അവന് തുണയില്ല. അവൻ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങളുണ്ടോ, അവൻ അനുഷ്ഠിച്ചതായ നോമ്പുകളുണ്ടോ, അവൻ അനുഷ്ഠിച്ചതായ ഹജ്ജ് കർമ്മമുണ്ടോ, അവൻ കൊടുത്തതായ ധനമുണ്ടോ, പാവപ്പെട്ട അഗതികളെയും അനാഥകളെയും നിരാരംഭരെയും നിരാശ്രയരായ വ്യക്തികൾക്ക് അവലംബമായി വർത്തിച്ചപ്പോൾ അവൻ കൊടുത്തതായ സമ്പത്തെന്തുണ്ടോ അത് മാത്രമാണ് അവന് തുണയുള്ളത്. അവന്റെ റൂഹിനെ വേർഭരിക്കുന്നു. എങ്ങനെയുള്ള വ്യക്തിയാണ് ദുന്യാവിൽ പടച്ചറപ്പിനെ മറന്നവൻ? 500 മലക്കുകൾ കൂടി അവന്റെ ശരീരത്തിൽ നിന്ന് ഇഞ്ചിഞ്ചായി അവന്റെ ഓരോ അവയവങ്ങളും ഓരോ മജ്ജകളും മാംസങ്ങളും ഇളക്കി വിടുമാറ് ആത്മാവിനെ വേർപിരിച്ച് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുമ്പോ ഈ മനുഷ്യൻ നൊമ്പരപ്പെടുകയാണ്, വ്യസനിക്കുകയാണ്. ആരെയോ കാത്തിരിക്കുന്നത് പോലെ ആകാശത്തിന്റെ ഭവനത്തേക്ക് വാതാനത്തേക്ക് അവൻ കണ്ണും നട്ടിരിക്കുമ്പോ അതായ ഇറങ്ങി വരുന്നു. അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് 500 മലക്കുകളോടായി നിർദ്ദേശം കൊടുക്കുന്നു, അവരോടായി ആജ്ഞാപിക്കുന്നു, അവന്റെ റൂഹിനെ തിരിച്ചിട്ട് കൊടുക്കുക, അവന്റെ ആത്മാവിനെ തിരിച്ചിട്ട് കൊടുക്കുക, ആത്മാവിനെ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കേൾക്കേണ്ട താമസം ആ മനുഷ്യൻ ആനന്ദ തുന്തിലനായി നൃത്തം ചവിട്ടാൻ തുടങ്ങുന്നു. അവന്റെ മനസ്സ് വല്ലാതെ തപിക്കുകയാണ്, വല്ലാതെ തുടിക്കുകയാണ്. സന്തോഷത്തോടുകൂടി ആമോദത്തോടുകൂടി വർത്തിക്കേണ്ട ആ സമയത്ത് തന്നെ അതാ മലക്കുകളോടായി ഇസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, യഖ്ബിദൂ റൂഹഹു, അവൻ ആനന്ദിക്കാൻ വരട്ടെ, അവൻ സുഖിക്കാൻ വരട്ടെ. അവൻ ഒരുപാട് സുഖിച്ചവനാണ്, ഒരുപാട് ആനന്ദിച്ചവനാണ്. ഇനി അവന് ആനന്ദമില്ല, സുഖമില്ല, ആസ്വാദനമില്ല. അവന്റെ ശരീരത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആത്മാവിനെ വേർപെടുത്തുക മലക്കുകളെ. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വചനം കിട്ടേണ്ട താമസം, മലക്കുൽ മൗത്തിന്റെ ഓർഡർ കിട്ടേണ്ട താമസം 500 മലക്കുകൾ അല്ലാഹു കൊടുത്ത ആരോഗ്യത്തോടുകൂടി. ഓ സഹോദരാ, നീ ചിന്തിക്കുന്നുണ്ടോ? ഒന്നോതിയാൽ പറക്കുന്നതാണത്രേ മലക്കുകളെന്ന് നീ കരുതുന്നുണ്ടോ? ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ ജഗന്നിയന്താവായ പടച്ചിറപ്പ് അവന്റെ മലക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അവർ അല്ലാഹു കൽപ്പിച്ചതായ കൽപ്പനകളെ പുരസ്സരിക്കുന്നവരാണ്. എത്ര കൽപ്പനകളാണ് കൊടുത്തിട്ടുള്ളത്. ആ കൽപ്പനകളെ പൂർണ്ണമായി അംഗീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവരത്രേ. വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിനോട് എതിര് പ്രവർത്തിക്കില്ലെന്ന് മാത്രമല്ല, അവൻ പറഞ്ഞതായ കാര്യങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച് തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് അതെല്ലാം തന്നെ നല്ല നിലയ്ക്ക് ചെയ്യുന്നതായ ആരോഗ്യ ദൃഢഗാത്രരായ അല്ലാഹു കൊടുത്ത മനസ്സിന്റെ കട്ടിയുമുള്ള മലക്കുകൾ എത്ര കരഞ്ഞാലും എത്ര വാവിട്ട് നിലവിളിച്ചാലും ഒരിക്കൽ തന്നെ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്നതിൽ നിന്ന് മാറ്റി നിൽക്കാത്ത 500 മലക്കുകൾ നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ വേർപെടുത്തും
നിലപ്പെടുത്തിക്കൊണ്ട് തൊണ്ടക്കുഴി വരെ എത്തി നിൽക്കുമ്പോ വേദനത്തോടുകൂടി നൊമ്പരപ്പെട്ടുകൊണ്ട് വ്യസനിച്ചുകൊണ്ട് നിൽക്കുന്നതായ സഹോദരൻ അവനതാ വേദനിക്കുകയാണ്, നൊമ്പരപ്പെടുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ല, മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് ചില മുഖങ്ങൾ കരിവാളിച്ചിട്ടുണ്ട്, കറുത്തിരുണ്ടിട്ടുണ്ട്, പൊടിപടലങ്ങൾ പറ്റിയിട്ടുണ്ട്. അവന് മനസ്സിലായി തുടങ്ങി എന്തോ വലിയ വിപത്ത് വരാൻ പോകുന്നു, എന്തോ വലിയ അത്യാപത്ത് വരാൻ പോകുന്നു. ജീവിതത്തിൽ കച്ചവടത്തിൽ ഒരുപാട് പ്രതിസന്ധി കണ്ട സഹോദരൻ, ജീവിതത്തിൽ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും അതെല്ലാം തന്നെ തീർക്കുകയും ചെയ്ത സഹോദരൻ, അതിനേക്കാൾ വലിയ ആപത്തും ദുരന്തവും അതിനേക്കാൾ വലിയ വ്യസനവും ദുഃഖവും തനിക്ക് വരാൻ പോകുന്നു എന്നവൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്ന ശരി തന്നെയാണ്. കല്ലാ ഇദാ ബലഗതി തറാഖിയാ, അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹിനെ എത്തിക്കഴിഞ്ഞാൽ അവൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയും തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹിനെ വേർപെടുത്തുന്ന ജോലി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലാണല്ലോ. അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ മുതൽ, മലക്കുൽ മൗത്തിനെ കണ്ടത് മുതൽ അവൻ പേടിച്ച് നിലവിളിക്കുകയാണ്. അവന്റെ ശരീരത്തിന്റെ മജ്ജകൾ കനക്കമില്ല, അവന്റെ കൈകാലുകൾ കനക്കമില്ല. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുല് മുഴക്കുന്ന നേരത്ത് വെള്ളിയാഴ്ച ദിവസം പോലും പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലേക്ക് കൃത്യമായി പോകേണ്ട മനുഷ്യൻ എരമംഗലം പള്ളിയിൽ ജമാഅത്തിന് വരേണ്ട സഹോദരൻ, ആ ജുമാ ദിവസത്തെ ജുമാ എന്ന പവിത്രത പോലും മാനിക്കാതെ പരിശുദ്ധമായ ജുമാ ദിവസം അവൻ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന സഹോദരൻ, സിനിമാ കോട്ടയിലേക്ക് പോകുന്ന സഹോദരൻ, അശ്ലീലമായ ഗാനങ്ങൾ കേൾക്കാനും അശ്ലീലമായ ഗാനങ്ങൾ കേൾക്കാനും അത് കാണാൻ വേണ്ടി ഉപയോഗിച്ച അവന്റെ കണ്ണുകളെല്ലാം തന്നെ നേർകൊണ്ട് കണ്ടുകൊണ്ട് തപിക്കുന്നു. അതെല്ലാം തന്നെ ഖേദത്തോടുകൂടി വിങ്ങിപ്പൊട്ടുന്നു. ആ കണ്ണിൽ നിന്ന് അവൻ അശ്ലീലതയിലേക്ക് കടന്നതായ അവൻ മോശമായ ദുർവൃത്തിയിലേക്ക് കൊണ്ടെത്തിച്ചവന്റെ കൈകളും എല്ലാം തന്നെ നിശ്ചലമായി കിടക്കുകയാണ്. അവൻ കരയുകയാണ്, നൊമ്പരപ്പെടുകയാണ്. അവനെ മനസ്സിലായി തമുന്നു അയ്യുഫ്അല ബിഹാ ഫാഖിറാ വൽതഫത്തി സാഖു ബിസാഖ്. അവന്റെ കൈകാലുകൾ, അവന്റെ കാലുകൾ, കണങ്കാലുകൾ ഇടത് കാലിന്റെ മേൽ വലത് കലങ്കാല് കയറ്റിവെച്ചുകൊണ്ട് അവനെ ഇളക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? വേദന കൊണ്ടാണ്. മരണത്തിന്റെ വേദന വല്ലാത്തതാണല്ലോ. ഇമാം ഗസാലി തങ്ങൾ പോലും പറഞ്ഞില്ലയോ, ആ മരണത്തിന്റെ വേദനയെങ്ങാനും മനുഷ്യ നീ കണ്ട ഏറ്റവും വലിയ എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടിയുടെ നെറുകയിലേക്ക് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ആ മല പോലും ധൂളിയായി പൊടിപടലങ്ങളായി പോകുമത്രേ. അത്രമാത്രം വേദനാജനകമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുകയാണ് ആ സഹോദരൻ. ഹബീബായ നബി തങ്ങൾ പോലും പറഞ്ഞല്ലോ, അവിടുത്തെ വഫാത്തിന്റെ സമയം, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസകറാത്ത്. ആയിഷ, കാണുന്നതായ തോൽപാത്രം ഇങ്ങോട്ട് അടുപ്പിച്ചു വെക്കൂ, അതിലേക്കൊന്ന് കൈയിട്ടിട്ട് എന്റെ മുഖമൊന്ന് തടകിത്തരൂ ആയിഷ, ഞാൻ വല്ലാതെ നൊമ്പരപ്പെടുന്നു. ആ വെള്ളം കൊണ്ടെന്നെ മുഖമൊന്ന് തടകൂ ആയിഷ. എന്തേ കാരണം? ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് വല്ലാത്ത നൊമ്പരമാണ് ആയിഷ എന്ന് ലോകത്തിന്റെ നായകൻ അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയതമയോട് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രത്തോളം നൊമ്പരപ്പെടുന്ന ആ ഘട്ടത്തിൽ അവന്റെ കണങ്കാലുകൾ കെട്ടിയിറുക്കൊണ്ട് ഒരുസുന്ന വേളയിൽ, അവന്റെ കൈകളുകൾ നിശ്ചലമായി കിടക്കുന്ന നേരത്ത്, അവന്റെ തലച്ചോറ് മുഴുവൻ തപിക്കുന്ന നേരത്ത്, അവന്റെ കണ്ണുകളിലൂടെ ധാരധാരയായി ബാഷ്പകണങ്ങൾ പൊഴിയുന്ന നേരത്ത്, അവൻ ആകാശത്തിന്റെ അധിപനോട്, ജഗന്നിയന്താവായ പടച്ചിറപ്പിനോട് ആ മലക്കുകളെ മുൻനിർത്തിക്കൊണ്ടവൻ കേഴുകയാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, മരണമാസന്നമായാൽ അവൻ വിളിച്ചു പറയുമത്രേ, അവൻ നൊമ്പരപ്പെട്ടുകൊണ്ട് പറയുമത്രേ, ഖാല റബ്ബിർജിഊൻ റബ്ബിർജിഊൻ ലഅല്ലി
أعمل صالحا فيما تركت. ഞാൻ ചെയ്യാതെ പോയതായ എന്റെ സർവ്വ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. ഒരു ചാൻസ് എനിക്കൊന്ന് നരടേ, ഒരു എക്സിറ്റ് നൽകണേ, ഒന്ന് പോകണേ, എനിക്ക് ദുന്യാവിലേക്ക് ഒരു 2 നിമിഷം നൽകണേ, ഞാനെന്ന് നമസ്കരിക്കട്ടെ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേട്ടിട്ട് പുതച്ചിറങ്ങിയതായ ദുന്യാവിൽ കടന്നിറങ്ങിയ സഹോദരൻ അവനതാ മരണത്തെ മുഖാമുഖം കാണുമ്പോ അവന്റെ റൂഹിനെയൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി അവൻ ആവലാതിപ്പെടുകയാണ്. കാല് പിടിച്ചുകൊണ്ട് മലക്കുകളോടായി പറയുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബിർജൂ ലഅല്ലി അഅമലു സാലിഹാ. അല്ലാഹുവേ, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായ സർവ്വ പ്രവർത്തനങ്ങളും സുഹൃതങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. പാവപ്പെട്ട അഗതികളെ സംരക്ഷിച്ചു കൊള്ളാം. അനാഥകൾക്ക് ഞാൻ അത്താണിയാകാം. നിരാശ്രയർക്ക് ആശ്രയമാകാം. നിരാലംബർക്ക് അവലംബമായി വർത്തിക്കാം. ഏതു വിധേനയും സമ്പത്ത് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാം. എരമംഗലം ഉറൂസിൽ വെച്ചുകൊണ്ട് ഉസ്താദ് വന്ന് പറഞ്ഞിട്ട് പൈസ ചോദിച്ചപ്പോ ആ പള്ളിക്ക് വേണ്ടി കൊടുക്കാതിരുന്നിട്ടുണ്ട്. എന്നെ പിടിക്കരുതേ, എന്റെ ആത്മാവിനെ ഒന്ന് വേർപെടുത്തണേ. ആ എരമംഗലം ഉറൂസിന്റെ ദിനത്തിലേക്ക് എന്നെയൊന്ന് കൊണ്ടുപോകണേ. അതിൽ ഞാൻ എത്ര ധനം കയറും കൊടുക്കാം. അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ, എന്റെ ആത്മാവിനെ വേർപെടുത്തരുതേ. ഈ കഠിനമായ ശിക്ഷയിൽ നിന്ന് എന്നെയൊന്ന് ഒഴിവാക്കി തരണേ. എത്രയെത്ര പാവപ്പെട്ടവർ, എത്രയെത്ര അഗതികൾ, എത്രയെത്ര അനാഥരായ വ്യക്തിത്വങ്ങൾ, എത്രയോ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പാവപ്പെട്ടതായ കമ്മിറ്റിക്കാരും ജനസഹസ്രങ്ങളും യുവാക്കളും വന്നുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് മുട്ടുമ്പോ സ്വന്തം ഭാര്യയെ ഇറക്കി വിടുന്ന സഹോദരൻ. എന്നിട്ട് ഉപ്പ ഇവിടെയില്ല, എന്റെ ഭർത്താവ് ഇവിടെയില്ല എന്ന മക്കളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും യാതൊരു ജാള്യതയുമില്ലാതെ പറപ്പിക്കുന്ന സഹോദര, നീ മരണത്തെ മുഖാമുഖം കാണുമ്പോ ആ ഒരു ദിനത്തിന് വേണ്ടി കേഴുമേ, ആ ദിവസം എനിക്കൊന്ന് തരണേ. ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഒന്ന് പറഞ്ഞേക്കാൻ വേണ്ടി എന്റെ സമ്പത്ത് മുഴുവനും നൽകാം. ഈ അദാബിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്ന് എന്നെയൊന്ന് രക്ഷിക്കൂ നാഥാ. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അവൻ കരയുകയാണ്. സകാത്ത് കൊടുക്കാത്ത സഹോദരൻ, പാവപ്പെട്ടതായ സകാത്തിന്റെ അവകാശികൾ അവന്റെ കച്ചവട കേന്ദ്രങ്ങളിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൈനീട്ടിയപ്പോ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുകൾ മുന്നുകൊണ്ട് ആട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോരാത്തതിനൊരു തുപ്പും കൊടുത്തിട്ടിറങ്ങിപ്പോയ സഹോദര, പള്ളിയുടെ മുറ്റത്ത് നിന്ന് നീ ജുമാ ദിവസം ഇറങ്ങിപ്പോകുമ്പോ എത്രയെത്ര സ്ത്രീകളാണ്, എത്രയെത്ര വിധവകളാക്കി നിന്നത്. നിന്റെ മുന്നിലേക്ക് ചുവന്ന ശാലിട്ടവർ, വെള്ള ശാല് ധരിച്ചവർ, അതേ തലമറച്ച പെൺകുട്ടികൾ, എത്രയെത്ര ആൾക്കാരാ നിന്റെ മുന്നിലേക്ക് കൈനീട്ടിയത്. അവർക്ക് 5 തുട്ടുപോലും കൊടുക്കാതെ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയ പേഴ്സെടുത്ത് മറിച്ചിട്ട് 1000 നോട്ടുകൾ എണ്ണി മറിച്ചിട്ട് അതിൽ നിന്ന് കീറിയതായ 5 തുണ്ടെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അത് തന്നെ പുച്ഛത്തോടുകൂടി എന്തോ വലിയ നേട്ടം കൊടുത്തതുപോലെ, എന്തോ വലിയ സ്വർഗം കൊടുത്തതുമാതിരി നീ നടന്നുപോയിട്ടുണ്ടെങ്കിൽ നീ ഖേദിക്കണേ സഹോദരാ. നിന്റെ അസാബ് വരുന്നു, നിന്റെ മരണം വരുന്നു. ഞാനൊരു മസല നിസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടി, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സുബഹി വരെ സമയമുണ്ട്. ഞാനൊരു ഹജ്ജിന്റെ മസല പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അടുത്ത ഹജ്ജിന്റെ സീസൺ വരണമെങ്കിൽ, ഞാനൊരു സകാത്തിന്റെ മസല പറഞ്ഞാൽ അതിന്റെ വർഷവും തീയതിയും നിങ്ങൾക്ക് വരണമെങ്കിൽ, നിങ്ങൾക്ക് മരണത്തോട് ബന്ധപ്പെട്ട ഒരു മസല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ഖബറിനോട് ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു തന്നാൽ അത് അടുത്ത സെക്കൻഡിൽ ഉപകരിക്കുന്നതാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യമുണ്ടാകണേ. ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് എത്ര പേർക്ക് ആ ജീവനോടുണ്ടാകുക, എത്ര പേരാ നാളെ നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുക. ഓർക്കണേ സഹോദര, 239 പേരുമായിട്ട് കൊലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പോയ മലയാളികളായ ഇന്ത്യക്കാരായ 5 പേരടക്കം പറന്നതായ ആ വിമാനത്തിന് എന്ത് പറ്റി? അവസാനം ഇന്ത്യൻ സമുദ്രത്തിൽ വെച്ചുകൊണ്ട് അവർ ചത്തൊടുങ്ങി എന്ന് ലോകത്തോട് മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൈനയിലാണ് ഏറ്റവും
കൂടുതൽ വണ്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വങ്ങൾ ചൈന ലോകത്തോട് ഇന്ന് ആവശ്യപ്പെട്ടു. 25 രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം 43 കപ്പലും 40 വിമാനവുമായിട്ട് ലാഭകളില്ലാതെ 24 മണിക്കൂറും റഡാറുകളും ആധുനിക സംവിധാനങ്ങളും വെച്ചുകൊണ്ട് 24 മണിക്കൂറും കാത്തുകെട്ടി നിന്നിട്ട് അവസാനം അവർ ലോകത്തോട് പറഞ്ഞത് മലേഷ്യയിലേക്ക് പറഞ്ഞതല്ലയോ, മലേഷ്യയുടെ വണ്ടിയല്ലയോ, അവരല്ലയോ അതിന് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി കണ്ടെത്തി ആ മഴ വന്നുകൊണ്ട് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് അത് ആപതിച്ചുപോയി, സർവരും മരിച്ചുപോയി, സർവരും മരണപ്പെട്ടുപോയി എന്ന അവസാനം കൈകൊടുത്തപ്പോ, കൈയൊഴിഞ്ഞ് സംസാരം വിട്ടപ്പോ ചൈന ഇന്ന് ചോദിച്ചിരിക്കുന്ന പത്രമാധ്യമങ്ങളിലൂടെ എന്നാൽ അതിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെന്ന് പറയുന്നല്ലോ, എന്നാൽ ആ അവശിഷ്ടങ്ങൾ കണ്ടതിന്റെ ഫോട്ടോ എന്ന് നിങ്ങളൊന്ന് പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനക്കമില്ല, അനക്കമില്ല. ഈ നിലയ്ക്ക് എവിടെയാ മരണം സംഭവിക്കുക എന്ന് ആർക്കും തന്നെ നിശ്ചയിക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ ആ 5 ഇന്ത്യക്കാരടക്കം ചൈനയിലെ ഒരു വലിയ വ്യൂഹമടക്കം 239 യാത്രക്കാർക്ക് അവർക്കുമുണ്ടായിരുന്ന സഹോദര ഒരുപാട് വിഷയങ്ങൾ, അവർക്കുമുണ്ടായിരുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ, അവർക്കുമുണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ. തന്റെ മക്കളെ ഒന്നിറങ്ങിയിട്ടൊന്ന് കാണാൻ തന്റെ കുടുംബങ്ങൾ അവിടെ വന്ന് കാത്തുകെട്ടി നിൽക്കുന്നു. മലേഷ്യയിൽ ഇറങ്ങിയിട്ട് കച്ചവടത്തിന് പോകേണ്ടവരുണ്ട്. മലേഷ്യയിൽ ചെന്നിട്ട് സ്വന്തം നാടാണ്, സ്വന്തം കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും അടങ്ങുന്ന ഒരു വലിയ വ്യൂഹം തന്റെ വീട്ടിൽ തന്നെ തന്റെ വരവും കാത്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. ആർക്കും തന്നെ തീർപ്പാക്കാൻ കഴിയുന്നില്ല. ഈ നിലയ്ക്ക് ലോകത്തെ സംവിധാനിച്ച ലോകത്തിന്റെ അധിപനെ മറക്കരുതേ. അവനെ വണങ്ങണേ, അവനെ വണങ്ങണേ. അവന്റെ പിടിമുറുക്കത്തിൽ നമ്മൾ പെടും. അവനതാ പിടിക്കാൻ പോകുന്നു. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണെന്നുള്ള ബോധം ഓ മുഅ്മിനേ, ഓ മുഅ്മിനേ, നിന്റെ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ മുഅ്മിനീങ്ങളാ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ കൊണ്ടും അവന്റെ അമ്പിയാക്കളെ കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും മശായിഖന്മാരെ കൊണ്ടും മലായിക്കത്തുകളെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവരാ നമ്മൾ. അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവരാ നമ്മൾ. മരണമുണ്ട്, അതിനിവിടെ ഒരു വിചാരണയുണ്ട്, മുങ്കറും നക്കീറും വരും, അവർ ഭീഷണിപ്പെടുത്തും. അവരുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരം കൊടുത്തവൻ രക്ഷപ്പെട്ടു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ അവന്റെ ജീവിതം ഹതഭാഗ്യനായി നിലകൊണ്ടുകൊണ്ടവൻ നരകത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യങ്ങളും പാരത്രിക ലോകത്തെക്കുറിച്ചും വിശ്വാസമുള്ള വ്യക്തികളാണ് നമ്മൾ. അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസമുള്ള നമ്മൾക്ക് പിന്നെ എങ്ങനെ നമുക്ക് മോശമായ രീതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുക? നമ്മുടെ പ്രവർത്തനങ്ങളിൽ അശ്ലീലത കൈവരിക്കാൻ എങ്ങനെയാ സാധിക്കും? മാറ്റി എഴുതണം. തീർച്ചയായും അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കട്ടെ. ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സഹോദര അവിടെ നമുക്ക് രക്ഷയുണ്ടോ? ആ ഒരൊറ്റ ഒരു ഹദീസ് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഖബർ എന്ന് പറയുന്ന വലിയ വീടാണ് നമുക്ക് വരാനുള്ളത്. ഏകാന്തതയുടെ തറവട. ആ തറവാടിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ആ തടവറയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അതിനുവേണ്ടി സ്വരൂപിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അവിടെ ചെക്ക് ചെയ്യപ്പെടും. വലിയ പ്രശ്നമാണ് ഖബർ എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അവിടുത്തെ പ്രിയപ്പെട്ട മകൾ സൈനബയെ ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ ഓരത്തിരുന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ പൊട്ടിക്കരയുകയാണ്, കണ്ണീര് വാർക്കുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് അവിടുത്തെ അതരങ്ങളിലൂടെ അവിടുത്തെ താടിരോമങ്ങളെ നനച്ചുകൊണ്ട് നിലത്തേക്ക് എത്തിവീഴുന്നതായ കണ്ണുനീരുകൾ കണ്ടുകൊണ്ട് സഹാബത്തെ കിറാം ഒന്നടങ്കം ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, അള്ളാന്റെ റസൂലെ മാ യുബ്കിക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ അവിടുന്ന് കരയുന്നത് എന്തിനാണ്? അവിടുന്ന് നൊമ്പരപ്പെടുന്നത് എന്തിനാണ്? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ സ്വഹാബികളോട് പറഞ്ഞതായ ഒരു വചനമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരും, എന്റെ ശബ്ദം കേൾക്കുന്നതായ അന്യമതസ്ഥയിൽപ്പെട്ട സഹോദരങ്ങൾ അടക്കം നമ്മൾ ഏവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വചനമാണ്. വല്ലാത്തൊരു ഹൃദയത്തെ സ്പർശിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് മാറ്റത്തിന് തിരികൊളുത്തേണ്ട പ്രചോദനദായകമായ ഒരു വചനമാണ് അള്ളാന്റെ റസൂൽ അവിടെ പറഞ്ഞത്. യാ സ്വഹാബാ ലഖദ് സമിഅതു ലഗ്തതം മിനൽ ഖബർ. ഹബീബായ നബിതങ്ങൾ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബയെ ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ ഓരത്തിരുന്നുകൊണ്ട് കരയുന്നത് എന്താണെന്ന് ചോദിച്ച സ്വഹാബത്തെ കിറാമിനോട് പറയുകയാണ്, യാ സ്വഹാബാ ലഖദ് സമിഅതു ലഗ്തതം മിനൽ ഖബർ. ഖബറിന്റെ അകത്തളത്ത് നിന്ന് ഞാനൊരു വല്ലാത്ത ശബ്ദം കേട്ടു സഹാബാ. വലൗ സമിഅൽ ഇൻസാനു ലസഇഖാ.
سمع صوتها ما بين الخافقين ولو سمع الإنسان لصعقا. എന്റെ മകളാകുന്ന സൈനബെ ഖബറടക്കിയപ്പോ ആ ഖബറിന്റെ അകത്തളത്ത് നിന്ന് വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിലുള്ള ശബ്ദം ഞാൻ കേട്ടുപോയി സഹാബ. ആ ശബ്ദം ഞാൻ മാത്രമല്ല, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള ശബ്ദമാണത്. മനുഷ്യരൊഴികെയുള്ള സർവ്വ ജീവജാലങ്ങളും ആ ശബ്ദം കേട്ടിട്ടുണ്ട് സഹാബത്തെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ സൈനബയെ ഖബറടക്കിയപ്പോഴുള്ള അവസ്ഥയിൽ പറഞ്ഞു. എന്തേ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ ഖബർ എടുക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് മുഴുവനും ഒന്നടങ്കം ചോദിച്ചു, യാ റസൂലല്ലാഹ് അലി ഖാസിമുൻ ഹകദാ. അല്ലാഹുവിന്റെ റസൂലേ, അപ്രകാരം തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഖാസിമിനെയും ഖബറിടുക്കിയിരുന്നോ ഹബീബേ? ഈ സൈനബയ്ക്ക് മുമ്പ് മരണപ്പെട്ടതായ ഖാസിം എന്ന് പറയുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മകനെയും ഖബർ ഇപ്രകാരം തന്നെ സമീപിച്ചിരുന്നോ ഹബീബേ? അദൃശ്യജ്ഞാനം അറിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിക്കേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലോകത്തിന്റെ നായകൻ സാധാരണ വ്യക്തിത്വമല്ലയോ, അവിടുന്ന് സാധാരണ മനുഷ്യനല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നഅം യാ സഹാബ, നഅം യാ സഹാബ, ലഖദ് സമിഅതു ലഗ്തതൻ മിനൽ ഖബർ. അതേ സഹാബത്തെ, എന്റെ പ്രിയപ്പെട്ട മകനാകുന്ന സൈനബെ, മകളാകുന്ന സൈനബെ അടക്കിയപ്പോൾ പോലും മാത്രമല്ല, അതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഖാസിമിനെ അടക്കിയപ്പോഴും ആ ഖബറിന്റെ അകത്തളത്ത് നിന്ന് ഞാൻ ഭീമമായ ശബ്ദം കേട്ടിട്ടുണ്ട് സഹാബ. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലൽ ഇബ്രാഹീം അല്ലദീ അസ്ഗറ മിൻഹു. വല്ലാത്ത വചനമാണ് ഹബീബായ നബി തങ്ങളുടെ ഈ വചനം. ലോകത്തിന്റെ നായകന്റെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയട്ടെ, നമ്മുടെ കർണപുടങ്ങളിൽ അലയൊലിക്കൊള്ളട്ടെ. ഓ മുഅ്മിനായ സഹോദര, ഓ മുഅ്മിനത്തായ സഹോദരി, നിന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ട പദമാണ് ലോകത്തിന്റെ നായകന്റെ ഈ വചനം. ഹബീബായ നബി